റമദാനിൽ എത്താൻ കഴിഞ്ഞാൽ അതൊരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമാണ്. വർഷത്തെ റമദാൻ റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകിയെങ്കിൽ അത് നമ്മളെ പരിഗണിച്ചു എന്നതാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസികൾക്ക് റമദാൻ സന്തോഷത്തിൻ്റെ മാസമാകണം. പ്രിയമുള്ളവരെ, ഈ ദുനിയാവിലേക്ക് പിറന്ന് വീണ് ആദ്യ ശ്വാസം എടുത്തത് നാം നമ്മുടെ തീരുമാനപ്രകാരമല്ല. അള്ളാഹു കണക്കാക്കിയ തീരുമാനിച്ച സമയത്തിലും സെക്കൻഡിലുമാണ് ആദ്യത്തെ ശ്വാസം നാം എടുത്തത്. ആദ്യ ശ്വാസം. ഇനി റഹ്മാനായ റബ്ബ് തീരുമാനിച്ചത് പ്രകാരം ഒരവസാന ശ്വാസവുമുണ്ട്. ഈ രണ്ട് ശ്വാസത്തിനുമിടയിലുള്ള കുറച്ചു കാലത്തെ യാത്രയാണ് സത്യത്തിൽ ഈ ദുനിയാവിലെ നമ്മുടെയൊക്കെ ജീവിതം. അവസാന ശ്വാസം എപ്പോഴാണെന്നും റബ്ബ് നമ്മളിവിടെ വരുന്നതിന് മുമ്പ് തന്നെ തീരുമാനിച്ചു വെച്ചതാണ്. ക്ലിയറാണത്, കൃത്യമാണ്. അതിനിടയിലുള്ള ഈ കുറഞ്ഞ കാലത്തെ യാത്രയിൽ, ഈ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എന്ത് വിശ്വസിക്കുന്നു, ഏത് രൂപത്തിൽ നാം ജീവിക്കുന്നു, നമ്മുടെ പെരുമാറ്റം എങ്ങനെയാണ്, സ്വഭാവം എന്താണ്, ഇടപാടുകൾ എങ്ങനെ, ഇടപഴകലുകൾ എങ്ങനെ, ഇതിൻ്റെയൊക്കെ ഫലമാണ് മരണമില്ലാത്ത ആ ലോകത്ത് നമുക്ക് കിട്ടുക. ഈ ചെറിയ കാലത്ത് നാം ചെയ്യുന്ന സത്യസന്ധമായ നമ്മുടെ ജീവിതം മരണമില്ലാത്ത ലോകത്തേക്കുള്ള വലിയ ഒരു കൃഷിയാണ്, വിഭവമാണ്. അപ്പം നമ്മൾക്ക് മുഅ്മിനീങ്ങളായതുകൊണ്ട് തന്നെ ആത്യന്തിക ലക്ഷ്യവും അതാണ്. പരലോകത്ത് നിരാശനാവാതെ, കൈകടിക്കാതെ, റഹ്മാനായ റബ്ബിൻ്റെ തൃപ്തി ലഭിച്ച് അനുഗ്രഹങ്ങളുടെ പറുദീസയായ സ്വർഗത്തിൽ ഒരുമിച്ച് ചേരണം. ഇൻഷാ അല്ലാഹ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനുള്ള ഒരുക്കമാണ് നമ്മുടെ ജീവിതം മുഴുവൻ. അതിനുള്ള ഒരുക്കമാണ്. നാം പള്ളിയിലേക്ക് കിടക്കുമ്പോൾ വലതുകാല് വെച്ചല്ലേ കിടന്നത്, ഇവിടെ പ്രവേശിച്ചത്. അത് ബോധപൂർവമാണ് നമ്മൾ ചെയ്തത്. പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ഇടതുകാല് വെച്ച് പ്രാർത്ഥിച്ചുമാണ് പുറത്തിറങ്ങിയത് അല്ലേ? അങ്ങനെയാണ്. പള്ളിയുടെ എവിടെയെങ്കിലും ഒരു കഷ്ണം കടലാസ് നമ്മുടെ മക്കളാരും കൊണ്ടുവന്നിട്ട് കണ്ടാൽ ഒരു മുഅ്മിൻ എന്ന നിലയിൽ നമുക്കത് എടുക്കാതിരിക്കാൻ കഴിയില്ല. ഏതൊരു നിസ്സാരമായ കാര്യവും, നമ്മുടെ ഒരാൾ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുന്നതും ഒന്ന് മുസാഫഹത്ത് ചെയ്യുമ്പോഴും, രാവിലെ എണീക്കുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയുമ്പോഴും, എന്തിനേറെ നമ്മൾ ചെരുപ്പ് ധരിക്കുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ വലതുകാലിലൊന്നും ധരിക്കുമ്പോൾ പോലും, അങ്ങനെ വളരെ നിസ്സാരമായ കാര്യങ്ങൾ വിചാരിക്കുന്നത് പോലും നമ്മുടെ വലിയൊരു ലക്ഷ്യത്തിൻ്റെ ഭാഗമാണ്. ഒന്നും നമുക്ക് വെറുതെ ആകാൻ പാടില്ല പ്രിയമുള്ളവരെ. ആ ഒരു ഒരുക്കത്തിൻ്റെ ഭാഗം തന്നെയാണ് ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ സുന്ദരമായ ഈ ഭവനത്തിൽ, ബൈത്തുള്ളയിൽ, ഈ സന്ധ്യാനേരത്ത് ഒരുമിച്ചിരിക്കാനും അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചത്. അള്ളാഹു പൂർണ്ണമായ പ്രതിഫലം നമുക്ക് നൽകുമാറാകട്ടെ. അഹ്ലു റമദാൻ എന്ന പരിപാടി കേൾക്കാത്തവരല്ല നമ്മൾ. വലിയ വലിയ പണ്ഡിതന്മാരുടെ, കഴിവുറ്റ പ്രബോധകന്മാരുടെ നിറഞ്ഞ വീഡിയോകൾ, ക്ലാസുകൾ നിർലോഭം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വേളയാണിപ്പോൾ. നമ്മളാരും റമദാനിന് മുമ്പ് ഒരുക്കത്തെക്കുറിച്ച് പഠിക്കാത്തവരോ അറിയാത്തവരോ അല്ല. ക്ലാസ്സുകളിലും ഖുതുബകളിലും അതേപോലെ നിരന്തരമായ പ്രോഗ്രാമുകൾ. പക്ഷേ എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് അറിയുന്ന കാര്യമാണെങ്കിലും ഒന്ന് സംസാരിക്കാൻ സംഘാടകർ ചിന്തിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങളിവിടെ വന്നിട്ടുണ്ടാവുക. നിങ്ങളൊരു പക്ഷേ മിഞ്ഞാന്ന് കേട്ടിട്ടുണ്ടാവും അതിലെ റമദാൻ. ഇനി നാളെ മറ്റന്നാൾ വേറെ ഉണ്ടാവും. യൂട്യൂബിൽ തിരഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള മൊബൈലിൻ്റെ എത്രയോ വർഷങ്ങൾ പഴക്കമുള്ളതടക്കം നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ പണ്ഡിതന്മാരുടെ അവരുടെ വിഷയാവതരണങ്ങൾ, അവരുടെ ഈ വിഷയത്തിലുള്ള പ്രഭാഷണങ്ങൾ നമുക്കറിയാം. നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ, ഞാനിത് തുടക്കത്തിൽ പറയാനുള്ള കാരണം എന്താ അറിയുമോ, ഈ ഇരുത്തം പോലും നമുക്ക്, വേറെ പണിയില്ലാതെ വന്നവരൊന്നുമല്ല നമ്മൾ, അല്ലേ? ഈ ഇരുത്തം പോലും നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല എന്നതുകൊണ്ടാണ്. നമുക്കറിയാവുന്ന കാര്യങ്ങൾ, റഹ്മാനായ റബ്ബ് ദുനിയാവിൽ, ഭൂമിയിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥലത്ത് വെച്ച്, അതാണല്ലോ പള്ളിയുടെ പ്രത്യേകത. അള്ളാഹു ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥലത്ത് വെച്ച് അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം, വിശ്വാസികൾ ഇങ്ങനെ കൂടിയാലോചിച്ച് ചർച്ച ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ സ്മരണകൾ നിലനിർത്തിക്കൊണ്ട് ഒരു സദസ്സിലിരിക്കുമ്പോൾ റഹ്മാനായ റബ്ബ് നമ്മളെ വല്ലാണ്ട് ഇഷ്ടപ്പെടുകയാണ്. ആ ഇഷ്ടം കിട്ടണം എന്നുള്ള നിലക്കായിരിക്കും. മലക്കൾ മൂടി പൊതിഞ്ഞ് നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അത് നമുക്ക് റഹ്മാനായ റബ്ബ് നൽകുന്ന വല്ലാത്തൊരു ഓഫറുകളാണ്. ഇഷ്ടപ്പെടുന്ന സ്ഥലത്ത്, അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകൾ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന വാക്കുകൾ ശ്രദ്ധിച്ച് മറന്നുപോയതോ അല്ലെങ്കിൽ കാലങ്ങൾക്ക് മുമ്പ് ചർച്ച ചെയ്തോ ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞതോ ആയ കാര്യങ്ങൾ, അല്ലെങ്കിൽ വരാനിരിക്കുന്ന നാളുകളെക്കുറിച്ച്
അതൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്തൊന്ന് ക്ലീനാക്കി ചില തീരുമാനങ്ങളോടെ മുന്നോട്ട് പോകാൻ നമ്മൾ ഒരുങ്ങുമ്പോൾ അതിന് അള്ളാഹുവിൻ്റെ ബർക്കത്തും റഹ്മാനായ റബ്ബിൻ്റെ പ്രത്യേകമായ അനുഗ്രഹങ്ങളും ഉണ്ടാകുമെന്ന നിലക്കാണ് നമ്മൾ ഒരുമിച്ചിരിക്കുന്നത്. ഞാനത് പറഞ്ഞെന്തിനറിയോ, നിങ്ങൾക്കറിയാത്ത ഒരു ഗഹനമായ കാര്യം പറയാൻ ഞാൻ അശക്തന, എനിക്കറിയില്ല. നമുക്കൊക്കെ അറിയുന്ന ചില കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുക. ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് അത് ഉപകാരപ്പെടും, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്ന് കൂടിയിരിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കൊക്കെ അതിൻ്റെ ഒരു ഫലം. സാധാരണ നമ്മളൊക്കെ കാണുന്ന ഒരു മസ്ജിദിനേക്കാൾ ഉപരി അല്ലേ, ഈ പള്ളി ഞാൻ വന്നപ്പോൾ തന്നെ ഞാൻ ആദ്യമായിട്ട് അവിടെ വരുന്നത് മനസ്സ് വല്ലാണ്ട് കുളിർമ തോന്നി അല്ലേ. അള്ളാഹുവിൻ്റെ ഭവനം നല്ല രൂപത്തിൽ അത് കൊണ്ടു നടക്കുക, വൃത്തിയായി സൂക്ഷിക്കുക, അത് സത്യവിശ്വാസികൾ നിറഞ്ഞിങ്ങനെ അവരുടെ ഇമാറത്തുൽ മസാജിദ് പള്ളിയിൽ നമസ്കരിച്ചും മറ്റുമൊക്കെ ചെയ്യുക, അത് വല്ലാത്തൊരു കൺകുളിർമയാണ്. പല പള്ളികളിൽ ഒരിക്കൽ കയറി രണ്ടാമത് കയറാൻ തോന്നുന്നില്ല, നമുക്കൊക്കെ അറിയാലോ യാത്ര പോകുന്ന ആളുകൾ. അൽഹംദുലില്ലാഹ്, അള്ളാഹു നിലനിർത്തി തെരുമാറാകട്ടെ. സംവിധാനം ഒരുക്കിയ ആരോന്ന് എനിക്കറിയില്ല, ആരുടെയെങ്കിലും അധ്വാനമോ സംസാരമോ ഒക്കെ ആകാം. അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ 3 കാര്യങ്ങൾ ഈ സന്ദർഭത്തിൽ നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. നമുക്ക് റമദാനിലേക്ക് നല്ല മനസ്സോടെ കടന്നു ചെല്ലാനും റമദാനിനെ അനുകൂലമാക്കാനും സാധിക്കും. 3 കാര്യങ്ങൾ അല്ലെങ്കിൽ 3 ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കണ്ടാൽ മതി. ഒന്ന്, ലോകത്തുള്ള സർവ്വ മുസ്ലിങ്ങളും റമദാനിനെ കുറിച്ച് കേൾക്കുമ്പോൾ വളരെ സന്തോഷത്തിലാണ്. അതുകൊണ്ടാണ് അഹ്ലൻ റമദാൻ എന്ന നോട്ടീസുകൾ എല്ലായിടത്തും കാണുന്നത്. അഹ്ലൻ എന്ന് പറഞ്ഞാൽ സ്വാഗതം, വെൽക്കം ചെയ്യണം. ഒരു കാര്യത്തെ സ്വാഗതം ചെയ്യണമെങ്കിൽ എന്ത് വേണം? അതിനൊരു ഇഷ്ടമാണല്ലോ, അപ്പോഴാണ് സ്വാഗതം ചെയ്യുക. എന്തുകൊണ്ട് മുഅ്മിനീങ്ങൾ ഇഷ്ടപ്പെടുന്നു? എന്തുകൊണ്ട് റമദാനിനെ വരവേൽക്കുന്നു? എന്തുകൊണ്ട് സന്തോഷത്തോടു കൂടി കാത്തിരിക്കുന്നു? പ്രിയമുള്ളവരെ, അതിനെക്കുറിച്ചൊന്ന് നമ്മൾ ആലോചിക്കണം. രണ്ടാമത്തെ കാര്യം, റമദാനിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സൗഭാഗ്യവും തൗഫീഖും റഹ്മാനായ റബ്ബ് നൽകിയാൽ ഏത് മനോഭാവത്തോടു കൂടി, എന്തൊരുക്കത്തോടു കൂടിയാണ് റമദാനിലേക്ക് നാം പ്രവേശിക്കേണ്ടത്? റമദാനിൻ്റെ ഹിലാൽ ഉദിച്ചു പൊങ്ങിയത് മുതൽ, ആ രാവ് മുതൽ, നാളെയാണ് നോമ്പെങ്കിൽ ഇതാ ഇന്നത്തെ മഗ്രിബ് മുതൽ റമദാനായി. ഇൻഷാ അല്ലാഹ് മിക്കവാറും ഈ 19-ാം തീയതി ശഅബാൻ 30 തികഞ്ഞിട്ടായിരിക്കും നോമ്പിന് സാധ്യത. അങ്ങനെയെങ്കിൽ വ്യാഴാഴ്ചയാണല്ലോ 19-ാം തീയതി, ബുധനാഴ്ച മഗ്രിബ് മുതൽ റമദാൻ തുടങ്ങി. അത്ഭുതകരമായ മണിക്കൂറുകൾ ആരംഭിച്ചു. എങ്ങനെ നമ്മൾ കടന്നു ചെല്ലണമെന്നാണ് രണ്ടാമത് നമ്മൾ ആലോചിക്കേണ്ടത്. മൂന്നാമത്തത്, അങ്ങനെ കടന്നു ചെന്ന് റമദാനിൽ എത്താനുള്ള തൗഫീഖ് റബ്ബ് നൽകിയാൽ ആ റമദാനിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന ചെറിയ ചിന്തകളും നമുക്കുണ്ടായാൽ, എങ്ങനെ റമദാനിൻ്റെ രാപ്പകലുകളെ ഉപയോഗപ്പെടുത്തണമെന്നൊന്ന് നേരത്തെ മുന്നൊരുക്കം നടത്തി ആലോചിച്ചതിൽ ചെന്ന് എന്തൊക്കെ ചെയ്യണമെന്ന് കൂടി നമ്മൾ ആലോചിച്ചാൽ ആ 3 പോയിന്റുകളായി 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായി ഇൻഷാ അല്ലാഹ് ഞാൻ എന്നോട് പറഞ്ഞ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ചുരുക്കിയ കാര്യങ്ങൾ നമുക്കൊക്കെ അറിയുന്ന, ഞാൻ ആദ്യം അവസാനമായിട്ട് പറയുന്നത് എന്താപ്പോൾ പുതിയതൊന്നും ഇല്ല നിങ്ങൾ ചിന്തിക്കരുത്. അറിയുന്ന കാര്യങ്ങളൊന്ന് പൊടി തട്ടി നമുക്കൊന്ന് ഒന്നിച്ചിരുന്ന് ആലോചിക്കും. റഹ്മാനായ നമ്മളെക്കുറിച്ച് മലക്കുകൾ, റഹ്മത്തിൻ്റെ മലക്കുകൾ അഭിമാനത്തോടു കൂടി പറയണം, നാഥ നിൻ്റെ അടിമകൾ ആ ഭവനത്തിലിരുന്ന് നിന്നെക്കുറിച്ചും നിൻ്റെ നിയമത്തെക്കുറിച്ചും നിൻ്റെ ശരീഅത്തിനെക്കുറിച്ച് നീ നിർബന്ധമാക്കിയ ആരാധനകളെക്കുറിച്ച് അവർ ചർച്ച ചെയ്യുകയാണെന്ന് പറയണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ ആലോചിക്കേണ്ടത്, എന്തുകൊണ്ടായിരിക്കും നിങ്ങൾക്കൊക്കെ ഉത്തരം ഉണ്ടാവും കേട്ടോ, എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രമാത്രം റമദാനിനെ കുറിച്ച് ആലോചിക്കുന്നതും സന്തോഷത്തോടു കൂടി കാത്തിരിക്കുന്നതും എന്തുകൊണ്ടാണ്? അതിന് ചില ഉത്തരങ്ങൾ ഖുർആനും ഹദീസും ഒക്കെ നമുക്ക് നൽകിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരം എന്താ? മരിച്ചതിന് ശേഷമുള്ള മരണാനന്തര ജീവിതത്തിൽ സ്വർഗം ലഭിക്കാനും നരകമോചനം ലഭിക്കാനുള്ള എല്ലാ വിഭവങ്ങളുമാണ് റമദാനിൽ അള്ളാഹു നമുക്ക് വേണ്ടി സംവിധാനിച്ചത്. അപ്പോൾ റമദാനിൽ എത്താൻ കഴിഞ്ഞാൽ അത് മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമാണ്. അത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം. ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്ക്, ആകാശഭൂമികളോളം, ഞാൻ ഉദ്ദേശിച്ച ആയത്ത് സൂറത്ത് ആൽ ഇംറാനിലെ ആയത്ത് നിങ്ങൾക്കറിയില്ലേ? ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്ക് അല്ലെ, അതേപോലെ തന്നെ നിങ്ങളുടെ റബ്ബിൻ്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ അതിവേഗത്തിൽ പോരൂ, യാത്ര ചെയ്യൂ, തുടങ്ങിക്കോ എന്ന് അള്ളാഹു നമ്മോട് പറഞ്ഞത്. അതോടൊപ്പം സ്വർഗം ലഭിക്കാനുള്ള അനവധി നേട്ടങ്ങൾ, മഗ്ഫിറത്ത് കിട്ടാൻ, ഇങ്ങനെ ഒരു മുഅ്മിന് നാളെ പരലോകത്ത് പരാജയപ്പെടാതെ മരണമില്ലാത്ത ലോകത്ത് സന്തോഷത്തോട് ജീവിക്കാനുള്ള വിഭവങ്ങൾ അള്ളാഹു ഒരുക്കി തരുന്നു എന്നതാണ് നമുക്കിവിടെ സന്തോഷിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. അത് നമ്മുടെ സന്തോഷത്തിൻ്റെ വിഭവമാണ്.
മാത്രവുമല്ല പ്രിയമുള്ളവരെ, നമുക്കറിയാമല്ലോ എത്രയോ ആളുകൾ, നമുക്കൊക്കെ മുഅ്മിനീങ്ങൾക്ക് വലിയൊരു സന്തോഷം നൽകുന്ന റമദാനായാൽ എത്രയോ ആളുകളുടെ മനസ്സിന് മാറ്റം വരികയാണ്. പള്ളിയിലേക്ക് കയറാത്തവർ പള്ളിയിലേക്ക് വരുന്നു, സുബീക്ക് നമ്മൾ എണീക്കാത്തവർ സുബീക്ക് എണീക്കുന്നു, അല്ലേ? അദ്കാറുകൾ ചൊല്ലാത്തവർ അദ്കാറുകൾ ചൊല്ലുന്നു. ഖുർആൻ നേരം വണ്ണം പാരായണം ചെയ്യാത്തവർ ഒരുപാട് താളുകൾ മറിച്ചുകൊണ്ടിരിക്കുന്നു. മോശമായ പ്രവൃത്തികളും ലഹരി പോലെയുള്ള ദീനിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നവർ പലരും അത് മാറ്റിവെക്കുന്നു. അങ്ങനെ ഏതൊരു മുഅ്മിനും കൺകുളിർമയുണ്ടാകുന്ന ഒരവസ്ഥയാണ് റമദാൻ. അതുകൊണ്ട് തന്നെ ആവണം അത് മുസ്ലിങ്ങൾ വിശ്വാസികൾ ആ ഒരു കൺകുളിർമയ്ക്ക് വേണ്ടി കൂടിയാണ് ദാഹിക്കുന്നത്. അതും റമദാനെ കുറിച്ചുള്ള സന്തോഷത്തിൻ്റെ സ്വാഗതം ചെയ്യുന്നതിൻ്റെ ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുകയാണ്. ഇനി മറ്റൊന്ന് നോക്കൂ, റമദാൻ എന്താണ്? റമദാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു ആത്മബന്ധമുണ്ടല്ലോ. അതെന്താ? നമ്മുടെ ഹബീബായ റസൂൽ, നമുക്ക് റസൂലിനെ കിട്ടിയ മാസമാണ്. നമുക്കൊരു റസൂലിനെ, അന്ത്യപ്രവാചകനായ ഹബീബായ മുത്ത് റസൂലിനെ കിട്ടിയ മാസം അല്ലേ? കാരണം പരിശുദ്ധ ഖുർആൻ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നത് മുതലാണ് നമുക്ക് ആരെ കിട്ടിയത്. അതുവരെ മുഹമ്മദ് ബിൻ അബ്ദുല്ലുണ്ട്, പക്ഷെ ആരില്ല? റസൂലുള്ള ഇല്ല. നമുക്ക് നമ്മുടെ മുത്തിനെ കിട്ടിയത്, നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്ന, എനിക്ക് എൻ്റെ സഹോദരങ്ങളെ കാണണം എന്ന് സഹാബത്തിനോട് നെഞ്ചുരുക്കി പറഞ്ഞ റസൂൽ ഞങ്ങളല്ലേ എന്നില്ല, വരാനിരിക്കുന്ന എന്നെ കാണാതെ എന്നിൽ വിശ്വസിച്ച, എന്നെ കാണാൻ ആഗ്രഹിക്കുന്ന വരും തലമുറയിലെ നമ്മളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു പോയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെ നമ്മളെ കാണാൻ, നമുക്ക് വേണ്ടി സംസാരിക്കാൻ, റബ്ബിനോട് പറയാൻ കാത്തിരിക്കുന്ന നമ്മുടെ ഹബീബിന് കിട്ടിയ മാസം. അതുകൊണ്ട് നമുക്ക് സന്തോഷം ഉണ്ടാവും. അങ്ങനെ ആലോചിക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ ലഭിച്ച മാസം അല്ലേ? അന്ധകാരങ്ങളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ലോകത്തെ നയിച്ച, വിപ്ലവങ്ങൾ സൃഷ്ടിച്ച, നമ്മളെ കൈപിടിച്ച് നമ്മളെ സ്വർഗത്തിലേക്ക് ആനയിക്കുന്ന നമ്മുടെ ഇമാമായ, അങ്ങനെയാണല്ലോ റസൂലുള്ളാഹി പറഞ്ഞത്. അങ്ങനെയാണ് പറഞ്ഞത്, ആരെങ്കിലും ഖുർആനിനെ ഇമാമാക്കിയാൽ ഖുർആൻ എന്ത് ചെയ്യും? ഖാദഹു ഇലൽ ജന്ന, സ്വർഗത്തിലേക്കാണ് നയിച്ചു കൊണ്ടുപോകുന്നതാണ്. ആ ഖുർആൻ നമുക്ക് കിട്ടി. ഖുർആൻ ഒന്ന് മനസ്സ് തുറന്നൊന്ന് കാണുമ്പോൾ, അതൊന്ന് വായിക്കുമ്പോൾ, അതൊന്ന് കേൾക്കുമ്പോൾ, ഒരക്ഷരം പാരായണം ചെയ്യുമ്പോൾ, അതിലൊരായത്ത് മനഃപ്പാഠമാക്കുമ്പോൾ, അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കുമ്പോൾ, അതിനനുസരിച്ച് അമൽ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് പ്രതിഫലം കിട്ടുക. ഇതെന്തുകൊണ്ട്? ഖുർആൻ നമുക്ക് കിട്ടിയുണ്ട്. അള്ളാഹിന്റെ കലാം കിട്ടിയതുകൊണ്ടാണ്. ഖൈറുൽ കലാമി കലാമുല്ലാഹ്, ഖൈറുൽ കലാം അത് ലഭിച്ച മാസം, അല്ലെങ്കിൽ ലഭിച്ചു തുടങ്ങിയ മാസം. അതുകൊണ്ട് തന്നെയാണ് നോമ്പും കിട്ടിയത്. ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് പറഞ്ഞ ആയത്ത് നമുക്കറിയാം. ഫമൻ ശഹിദ മിൻകുമുശ് ശഹർ ഫൽയസും. അത് കിട്ടിയതിൻ്റെ നന്ദി കൂടിയാണെന്ത്? ഖുർആൻ കിട്ടിയതിൻ്റെ നന്ദി പ്രകടനമാണ് റമദാനിലെ നോമ്പ്. അപ്പം നോമ്പ് ലഭിച്ചു എന്നതും വല്ലാത്തൊരു അനുഗ്രഹമാണ്. വിശ്വാസികൾക്ക് സന്തോഷമാണ് നോമ്പ്, സന്തോഷമാകണം. കാരണം നോമ്പ് കൊണ്ട് അവന് ലഭിക്കുന്ന ബെനിഫിറ്റുകളെ കുറിച്ച് അള്ളാഹു റസൂലും പറഞ്ഞത് വല്ലാത്ത കൺകുളിർമയും സന്തോഷവും ഉണ്ടാക്കുന്നതാണ്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ സന്തോഷമുണ്ടാക്കുന്നു. ഇനി നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ പ്രത്യേകം പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി നമ്മുടെ മനസ്സിലുണ്ടാവണം. ഈ റമദാൻ്റെ മുമ്പ്, ഇന്നിപ്പോൾ ഷഅബാൻ 22 അല്ലേ? ഷഅബാൻ 22 അധിക ദിവസം ഇല്ല. ഈ ഷഅബാനിൻ്റെ അവസാനത്തെ 10 ജീവിച്ചിരിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് ആവർത്തിച്ച് പറഞ്ഞ ആ തബ്ശീർ, സന്തോഷ വാർത്ത കൂടി നമ്മുടെ മനസ്സിലുണ്ടാകണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് സ്വഹാബികൾ നമ്മെ അറിയിക്കുന്നുണ്ട്. സഹീഹുൽ ജാമിഅയിലും അതേപോലെ തന്നെ മറ്റു പല ഹദീസ് ഗ്രന്ഥങ്ങളിലും വന്ന ഹദീസ് നമ്മൾ കേട്ടിട്ടാണ്. ഇനിയിപ്പോൾ ഈ വെള്ളിയാഴ്ച ഖുതുബയിലും കേൾക്കുന്ന ഹദീസാണ്. അതിൻ്റെ ആശയം എന്താ? സ്വഹാബത്ത് പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ്റെ തുടക്കത്തിൽ, റമദാൻ്റെ മുമ്പായിട്ട് തൻ്റെ അനുയായികളോട് സന്തോഷ വാർത്ത നൽകും, തബ്ശീർ നൽകും, സുവിശേഷം നൽകും. സന്തോഷിച്ചോളി സ്വഹാബത്തെ എന്ന് പറയും. എന്നിട്ട് പറയുന്ന ചില കാര്യങ്ങൾ നമുക്കറിയാം. പറഞ്ഞു തുടങ്ങിയത് എങ്ങനെയാണ്? അത്താക്കും ഷഹ്റ റമദാൻ, നിങ്ങൾക്കിതാ റമദാൻ സമാഗതമായിരിക്കുന്നു എന്ന് പറഞ്ഞ അല്ലാഹുവിൻ്റെ റസൂൽ സന്തോഷം പറയാണ്. അപ്പോൾ മുഅ്മിന് എന്തായിരിക്കണം? റമദാൻ സന്തോഷമാണോ? ഒരു സംശയമില്ല. പല ആളുകളുടെയും ചില ആളുടെയെങ്കിലും മനസ്സിൽ സന്തോഷമില്ല. ഇനിയിപ്പോൾ റമദാനാണ് കഴിഞ്ഞ് കിട്ടണമല്ലോ. ആ രൂപത്തിൽ റമദാൻ ഒരു അവജ്ഞതയോടെയും അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടോടെയും ഒരു കഷ്ടപ്പാടിൻ്റെ മാസം, ഒരു പ്രയാസത്തിൻ്റെ മാസം എന്ന് കാണുന്ന അപൂർവം ചിലരുണ്ടാവും. പക്ഷെ മുഅ്മിനീങ്ങളെ റഹ്മാനായ റബ്ബ് നമ്മുടെ ആയുസ്സിൽ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്തോഷങ്ങളിൽ ഒന്നാകണം റമദാൻ. കാരണം റമദാനിൽ ജീവിക്കാൻ സാധിച്ചവൻ മഹാസൗഭാഗ്യവാൻ. അറിയാലോ നമുക്ക് ഷഹീദിന്റെ മുമ്പ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമായതിനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂ തൽഹ റളിയല്ലാഹു അൻഹു സംസാരിക്കുന്നത് നിങ്ങൾ പലതവണ കേട്ടിട്ടുണ്ടാവും.
സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, ആശയം പറയുന്നത് മാത്രം. ആ ഷഹീദ് നല്ല മനുഷ്യനാണ്, അദ്ദേഹത്തിന് സ്വർഗത്തിൽ വലിയ പദവിയുണ്ട്. പക്ഷെ മുഅ്മിനായ ഈ വ്യക്തിക്ക് ഒരു വർഷം കൂടി ലഭിച്ചപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, ഒരു വർഷം അദ്ദേഹം ജീവിച്ചില്ലേ? അതേ റസൂലേ, ഒരു വർഷം കൂടി കൂടുതൽ ജീവിച്ചു. റസൂലുള്ളാഹി ചോദിക്കുന്നുണ്ട്, വഅദ്റക റമദാൻ, ആ ഒരു വർഷത്തിൽ ഒരു റമദാൻ അദ്ദേഹത്തിന് കിട്ടിയില്ലേ? ഫസ്വാമ വസല്ല കദ വകദ, റമദാനിൽ നോമ്പനുഷ്ഠിക്കാനും നമസ്കരിക്കാനും അദ്ദേഹത്തിന് സാധിച്ചില്ലേ? സഹാബത്ത് പറയുന്നുണ്ട്, അതേ റസൂലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഫമാ ബൈനഹുമാ അബ്അദു മിമ്മാ ബൈന സമാഇ വൽ അർദ്, അത്ര വിശാലമാണ് ആകാശഭൂമികൾക്കിടയിലുള്ള അകലം പോലെ അദ്ദേഹവും ഇദ്ദേഹവും തമ്മിലുണ്ട്. പ്രിയമുള്ളവരെ, ഒരു വർഷത്തെ റമദാൻ റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകിയെങ്കിൽ അത് നമ്മളെ പരിഗണിച്ചു എന്നതാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസികൾക്ക് റമദാൻ സന്തോഷത്തിൻ്റെ മാസമാകണം. ഇനി റസൂൽ തന്നെ എന്താണ് ഒന്നാമത് എണ്ണിയത്? ഷഹ്റുൻ മുബാറക്. ഷഹ്റുൻ മുബാറക് അറിയാലോ അർത്ഥം എന്താ? മുബാറക്കായ മാസം. 12 മാസങ്ങളിൽ ഒരു മാസത്തെക്കുറിച്ച് പോലും റസൂലുള്ളാഹി ഈ വാക്ക് പറഞ്ഞിട്ടില്ല. മുഹറമിനെ കുറിച്ച് ഷഹ്റുല്ലാ എന്ന് പറഞ്ഞു. റമദാൻ മാസത്തെക്കുറിച്ച് മാത്രം എന്ത് പറഞ്ഞു? മുബാറക്. റബീഉൽ അവ്വലിനെ കുറിച്ച് മുബാറക്കായ മാസം എന്നല്ലാൻ റസൂൽ പറഞ്ഞിട്ടില്ല. പലയിടത്തും എഴുതി വെക്കാറുണ്ട് എന്ന് മാത്രം. മുബാറക് എന്ന് റസൂലുള്ളാഹി പറഞ്ഞതിനെ കുറിച്ച് മാത്രമാണ്, റമദാനെ കുറിച്ച് മാത്രം ഷഹ്റുൽ മുബാറക്. അത്രമാത്രം അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുന്ന, റഹ്മാനായ റബ്ബിന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കാനുള്ള ഒരുപാട് അവസരങ്ങളുള്ള മാസം എന്നാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾക്ക് റമദാൻ വല്ലാത്ത സന്തോഷത്തിന്റെ ദിവസമാണ്. ഇനി എന്തുകൊണ്ട് സന്തോഷിക്കുന്നു എന്നുള്ളതിന് ആ ഹദീസിന്റെ തുടർച്ച നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. വ്യത്യസ്ത പദവ്യത്യാസത്തോടുകൂടി ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഈ ആശയം വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, ഫറളല്ലാഹു അലൈക്കും സിയാമ, നമ്മൾ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കി. ഇനി അതിൽ പറഞ്ഞ മറ്റു ചില സന്തോഷങ്ങൾ എന്താ? മറ്റൊരു മാസത്തിലും ഇല്ലാത്ത പ്രത്യേകതകൾ റസൂലുള്ളാഹി പറഞ്ഞ നിങ്ങൾക്കറിയാം. തുഫ്തഹു ഫീഹി അബ്വാബുൽ ജന്ന. അതൊന്നും പുതിയതല്ല. തുഫ്തഹു ഫീ, അന്ന് 1400 കൊല്ലങ്ങൾക്കപ്പുറം അള്ളാഹു റസൂൽ പറഞ്ഞ നമുക്ക് ഇപ്പോഴും പറയുള്ളൂ. തുഫ്തഹു ഫീഹി അബ്വാബുൽ ജന്ന വതുഗ്ലഖു ഫീഹി അബ്വാബുൻ നാർ, അല്ലെങ്കിൽ അബ്വാബുൽ ജഹീം. ചില റിപ്പോർട്ടുകളിൽ അങ്ങനെയാണ്. സ്വർഗത്തിന്റെ വാതിലുകളെല്ലാം തുറന്നു വെക്കപ്പെടും. എത്ര വാതിലുണ്ട് സ്വർഗത്തിന്? സമാനിയത്ത്, അല്ലേ? സമാനിയത്ത് അബ്വാബ്, 8 വാതിലുകൾ. അതെല്ലാം തുറന്നു വെക്കാണ് നമുക്ക് വേണ്ടി. നരകത്തിന്റെ വാതിലുകളെല്ലാം അടക്കപ്പെടുകയാണ്. നരകത്തിന് എത്ര വാതിലാ പറഞ്ഞോളി? 7 വാതിലുകൾ റസൂലുള്ളാഹി പറഞ്ഞതാണ്. ആ 7 വാതിലുകളും അടക്കപ്പെടുകയാണ്. ആ വാതിലുകളിലൊക്കെ, സ്വർഗത്തിന്റെ തുറന്നു വെക്കപ്പെട്ട വാതിലുകളിലൊക്കെ പോകാനുള്ള അവസരം റഹ്മാനായ റബ്ബ് നമുക്ക് നൽകുന്നു. അതിലും വലിയ സന്തോഷം എന്താണ്? നരകത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള വാതിലുകളെല്ലാം അടക്കുന്നു എന്ന് പറഞ്ഞാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിലേക്ക് പോകാനുള്ള ഏത് വാതിലുടെയും പോകാനുള്ള അവസരങ്ങൾ. എന്നാൽ ചില ആൾക്കാരെന്ത് വിചാരിക്കും? അങ്ങനെ തുറന്നു വെക്കണ്ടെന്ന് ചില ഒരു സ്വർഗവാതിൽ അടക്കാൻ നിൽക്കും. റമദാനിലും നരകവാതിലുകളൊക്കെ അടച്ചു വെച്ചാൽ ചില ആൾക്കാരെന്ത് ചെയ്യും? അങ്ങനെ അടക്കാൻ പറ്റൂല, പിടിച്ച് തുറക്കണ ആൾക്കാരുണ്ട്. അതായത് ഇതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞിട്ട് നരകത്തിലേക്ക് പോകാനുള്ള അവസരം ഉണ്ടാക്കുന്നത്. ഈ ആശയം തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു വചനത്തിൽ എന്താണ്? നരകത്തിന്റെ വാതിലുകൾ എല്ലാം അടക്കപ്പെടും, ഒരു വാതിൽ പോലും തുറക്കപ്പെടുകയില്ല. പിന്നെ പറഞ്ഞത് ഫലം യുഫ്തഹ് മിൻഹാ ബാബുൻ എന്ന് പറഞ്ഞില്ലേ? വഫുതിഹത് അബ്വാബുൽ ജന്ന ഫലം യുഗ്ലഖ് മിൻഹാ ബാബുൻ. സ്വർഗത്തിലെ വാതിൽ എല്ലാം തുറക്കും, ഒരു വാതിൽ പോലും അടക്കൂല. ഇതും കൂടിയും പറഞ്ഞതായിട്ട് മറ്റു ചില റിപ്പോർട്ടുകളിലുണ്ട്. അപ്പൊ അത് വല്ലാത്ത, അതാണ് നമ്മൾ എന്തുകൊണ്ട് നമ്മൾ റമദാനെ സ്വാഗതം ചെയ്യുന്നു. റമദാൻ എന്നാൽ വിശ്വാസിക്ക് സന്തോഷമെന്ന് പറഞ്ഞാൽ അതിൻ്റെ കുറെ കാരണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ ആദ്യം പറഞ്ഞ കുറേ കാരണങ്ങൾ എണ്ണി നമ്മുടെ മനസ്സിലുണ്ടാവണം, ഒന്നുപോലും മറന്നു പോകരുത്. ഇനി മറ്റൊരു സന്തോഷം റസൂലുള്ളാഹി ഈ ഹദീസിൽ പറഞ്ഞ നമുക്കറിയാലോ, വതുഗല്ലു ഫീഹി മറദതു ശയാത്തീൻ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വല്ലാത്തൊരു കൺകുളിർമ തന്നെയാണ് കേൾക്കാൻ. പിശാചിലെ ഏറ്റവും ദുഷ്ടന്മാരായ മുരടന്മാരായ പിശാചുക്കളൊക്കെ തന്നെ ചങ്ങലക്കിടപ്പെടുന്ന, ആമമക്കപ്പെടുന്ന, തടവിലാക്കപ്പെടുന്ന സുഫിദത്തി എന്നാണ് ചില ഹദീസുകളിൽ. സുഫിദത്ത് ശയാത്തീൻ വമറദത്തുൽ ജിൻ. അവിടെയും സൂചന തന്നെയാണ്. പിശാചിന് ഇഷ്ടമുള്ളതൊന്നും മുഅ്മിനീങ്ങളുടെ വായിൽ നിന്നോ കണ്ണിൽ നിന്നോ നാവിൽ നിന്നോ കയ്യിൽ നിന്നോ കാലിൽ നിന്നോ മനസ്സിൽ നിന്ന് പോലും ഇല്ല. പിശാച് നിരാശനാവുകയാണ് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം. അവിടെയും ചില ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? അങ്ങനെ ചങ്ങലമ കടക്കണ്ട എന്ന് പറഞ്ഞിട്ട് ചങ്ങല പൊട്ടിച്ചിങ്ങനെ വരിയും എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്, മുസ്ലിങ്ങളടക്കം.
അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമുക്ക് ലഭിച്ച സന്തോഷ വാർത്തകൾ റഹ്മാനായ റബ്ബ് പ്രവാചകന് വഹയിലൂടെ നൽകിയിട്ടുണ്ടെങ്കിൽ അതൊന്നും നഷ്ടപ്പെടുത്തരുത്. പിശാചിനെ അവിടെ തന്നെ നിർത്തണം. പിന്നെ ഹദീസ് റസൂലുള്ള മറ്റൊന്നുകൂടി പറഞ്ഞ് നിങ്ങൾക്കറിയില്ലേ, വഫീഹി ലൈലത്തുൻ, വഫീഹി ലൈലത്തുൻ. എന്നിട്ട് അതിനെക്കുറിച്ച് എന്താ പറയുക? ഹിയ ഖൈറും മിൻ അൽഫി ശഹർ. സുബ്ഹാനല്ലാഹ്. ഈ മാസത്തിലൊരു രാവുണ്ട്, അത് 1000 മാസത്തെ ഖൈറാണ്. പരിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞ് നമുക്കറിയാം. റമദാനിൽ ഒരു ലൈലത്തുൽ ഖദ്റിൽ ജീവിക്കാൻ സാധിച്ച അവൻ എത്ര ഭാഗ്യവാന. ഖൈറും മിൻ അൽഫി ശഹർ നമ്മൾ എത്രയോ കേട്ടതാണ്. പക്ഷെ മനസ്സറിഞ്ഞുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട് നമ്മൾ. അല്ലെങ്കിൽ മനസ്സറിഞ്ഞുകൊണ്ട് ഇപ്പോൾ ഈ ഷഅബാൻ നമ്മൾ ഇത്ര ദിവസമായല്ലോ, 22ാമത്തെ ദിവസമായി. ആത്മാർത്ഥമായിട്ട് റഹ്മാനെ റമദാനിൽ നീ പറഞ്ഞ ഒരുപാട് സന്തോഷ വാർത്തകളുണ്ടല്ലോ, തൗഫീഖ് നൽകണ റഹ്മാനെ എന്ന് മനസ്സറിഞ്ഞ് നമ്മൾ എപ്പോഴെങ്കിലും ഇത്ര ദിവസമായിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞവരുണ്ടാവും. അതോ നമ്മൾ ദുനിയാവിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിട്ടുണ്ടാവും? ഒരു ലൈലത്തുൽ ഖദ്ർ ജീവിച്ചാൽ ഖൈറും മിൻ അൽഫി ശഹർ എന്നല്ല പറഞ്ഞത്. 10, 50, 60, 70 വയസ്സായ ആളുകളിൽ ഭാഗ്യവാന്മാരായ മുഅ്മിനീങ്ങൾ ഉണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ്, ഒരായുസ്സിൽ മുഴുവൻ ചെയ്ത അമലുകളുടെ പ്രതിഫലം ആ ഒരു ദിവസത്തെ രാവിലെ അമലിന് അള്ളാഹു നൽകുമെന്ന് പറഞ്ഞാൽ അതിന് വലിയ സന്തോഷം എന്താണ്? ഇതുകൊണ്ട് തന്നെയാണ് നേരത്തെ പറഞ്ഞത്, ആ ഷഹീദിന്റെ മുമ്പ് ഈ സത്യവിശ്വാസിയായ മനുഷ്യൻ ആദ്യം സ്വർഗപ്രവേശനം ലഭിക്കാൻ അള്ളാഹ് പ്രത്യേകം പരിഗണിച്ചു എന്ന് പറയാനുള്ള ഒരു കാരണം ഒരു പക്ഷേ അതായിരിക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കാത്തിരിക്കണം പ്രിയമുള്ളവരെ, ആഗ്രഹിക്കണം നമ്മൾ, പ്രതീക്ഷിക്കണം നമ്മൾ, പ്രാർത്ഥിക്കണം നമ്മൾ, റഹ്മാനായ റബ്ബിനോട് കെഞ്ചി ചോദിക്കണം. ലൈലത്തുൽ ഖദ്ർ എന്ന അത്ഭുത രാവിൽ റഹ്മാനെ നിന്റെ അത് ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ. നമ്മൾ അധ്വാനിക്കുമ്പോൾ ചില കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്ന ദിവസമാണ്, അപ്ഡേഷൻ നടക്കുന്നതാണ് നമ്മുടെ പല കാര്യങ്ങളെക്കുറിച്ചും. ചിലരെ പറയുന്നത് ഷഅബാൻ ബറാത്ത് രാവിലെ അതൊക്കെയെന്നാണ്. അല്ല, അത് റമദാനിലാണ്, ലൈലത്തുൽ ഖദ്റിനാണ്. പല കാര്യങ്ങളിലും തീരുമാനങ്ങളുമായിട്ടാണ് മലാഖമാർ ദുരുദുരായി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. തനസ്സലുൽ മലായികത്തു വറൂഹു ഫിഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. സലാമാണ് ഹത്താ മത്ലഇൽ ഫജ്ർ, പ്രഭാതോദയം വരെ. ഇത് വല്ലാത്തൊരു സന്തോഷത്തിൻ്റെ ദിവസം. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് സന്തോഷിക്കുന്നു എന്നുള്ള ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു എന്ന് മാത്രം. ഇനി മറ്റൊരു സന്തോഷത്തിൻ്റെ കാരണം എന്താണെന്നറിയോ? അതും മറ്റൊരു ഹദീസിൽ ഇതേപോലെ ഈ വിഷയം പറഞ്ഞ ഹദീസിന്റെ റസൂലുള്ളാഹി പറഞ്ഞു, വലില്ലാഹി ഉതഖാ. അർത്ഥങ്ങൾക്ക് അറിയാം. വലില്ലാഹി ഉതഖാ. എന്താ ഉതഖാ? ഉതഖ് ലഭിക്കുന്നവർ. ഉതഖും മിനന്നാർ അറിയാലോ അല്ലേ? അല്ലാഹുമ്മ ഉതഖ്നി എന്ന് പറയുന്നത് മോചനം. അള്ളാഹ്ക്ക് ചില ഉതഖാകൾ ഉണ്ട് എന്നാണ്. അള്ളാഹിന്റെ സ്വന്തക്കാരായ ചില ആളുകൾ, അള്ളാഹുവിന്റെ പ്രത്യേക കാരുണ്യം കൊണ്ട് അള്ളാഹു മോചിപ്പിക്കുന്ന ഒരുപാട് വിശ്വാസികൾ റമദാനിലുണ്ടാവും. അത് വല്ലാത്തൊരു സന്തോഷം തന്നെയല്ലേ? നരകത്ത് മോചനം നിസ്സാര കാര്യം പ്രിയമുള്ളവർ. എപ്പോഴെങ്കിലും നരകത്തെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? അതിന്റെ ഭീകരതയെക്കുറിച്ചൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരിക്കലെങ്കിലും മനസ്സറിഞ്ഞുകൊണ്ട് റഹ്മാനെ അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ, അല്ലാഹുമ്മ ഉതഖ്നി മിനന്നാർ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനന്നാർ വമാ ഖറബ ഇലൈഹാ മിൻ അമലിൻ വഖൗലിൻ ഔ ഖൗലിൻ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നമ്മൾ ഒരു ദിവസമെങ്കിലും നമുക്ക് നരകത്ത് മോചനം ചോദിച്ച് പ്രാർത്ഥിക്കാതിരിക്കാൻ കഴിയൂല. അതിന് മാത്രം ഗൗരവമാണ്. അല്ലാഹുവിന്റെ റസൂൽ ആവർത്തിച്ച് പ്രാർത്ഥിച്ചതാണ്, പ്രാർത്ഥിക്കണേ എന്ന് നമ്മളോട് പറഞ്ഞതാണ്. പരിശുദ്ധ ഖുർആനിൽ ആയത്തുകളിലൂടെ അത് വ്യക്തമാക്കിയതാണ് വിശ്വാസികളുടെ പ്രാർത്ഥന. റബ്ബനാ ഇന്നനാ ആമന്നാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഇതൊക്കെ നമ്മൾ എല്ലാ ദിവസവും നമസ്കാരം കഴിഞ്ഞിട്ടൊക്കെ പറയണ തന്നെ ആയിരിക്കും. പക്ഷേ ഒന്ന് കൽബറിഞ്ഞ് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം എന്നോടും നിങ്ങളോടും. വഖിനാ അദാബന്നാർ എന്ന് നമ്മളിങ്ങനെ പറഞ്ഞു പോകുന്നെങ്കിൽ മനസ്സറിഞ്ഞു പറഞ്ഞെങ്കിലല്ലേ അത് അവിടെ എത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു അധര വ്യായാമം മാത്രമല്ലേ? അത് പറയേണ്ടവരാണ് നമ്മൾ. നമുക്കാണ് സ്വർഗം, മുവഹിദീങ്ങൾക്ക് മാത്രമാണ് സ്വർഗം. അതുകൊണ്ട് നമ്മുടെ സ്വർഗം നഷ്ടപ്പെടാൻ, നരകത്തിലെത്താൻ കാരണക്കാരായി കൂടാ ഒന്നും ഉണ്ടാകരുത്. അതിലൊന്നാണ് നരകത്തെക്കുറിച്ച് നരകത്തിൽ രക്ഷപ്പെടാൻ എന്തൊക്കെ അവസരം റഹ്മാനായ റബ്ബ് നമ്മോട് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ചെയ്യണം. അതിലൊന്നാണ് പ്രാർത്ഥന. ഞങ്ങളെ കാത്തുകൊള്ളണേ എന്നാണ് അർത്ഥം. കൈ എന്നാണ്, തൈ രക്ഷിക്കണേ എന്നാണ്.
ഞങ്ങളെ, അതാണ് നമ്മൾ റബ്ബന ആതിനാ ഫിദ് ദുനിയ എന്നുള്ളൊരു, അതേപോലെ റബ്ബന ഇന്നനാ ആമന്ന എന്നുള്ള ആ പ്രാർത്ഥനയും ഒക്കെ കാണുന്നത്. അപ്പോൾ ഒത്തക്കാവുകളുണ്ട്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ കൂടി പറഞ്ഞല്ലോ, വദാലിക ഫീ കുല്ലി ലൈലത്തിൻ, വദാലിക ഫീ കുല്ലി ലൈലത്തിൻ. റമദാൻ 30 ദിവസമുണ്ടെങ്കിൽ 30 രാവിലും, റമദാൻ 29 ഉള്ളെങ്കിൽ 29 രാവിലും അനവധി ആളുകൾ അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒത്തക്കാവുകളിലുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞ് നമുക്ക് വേണ്ടിയാണ്. ആഗ്രഹിക്കണം പ്രിയമുള്ളവരെ, പ്രവർത്തിക്കണം അതിനു വേണ്ടി. ഇന്നത്തെ രാവിലെ ഒത്തക്കാവുകളിൽ അത്തീഖിൽ ഒന്ന് ഞാനാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കണം. മനസ്സറിഞ്ഞ് റബ്ബിനോട് പറയണം, അതിനുള്ള പ്രവർത്തനങ്ങളും ചെയ്യണം. അതൊക്കെ തന്നെയാണ് നമ്മൾ ഈ ശഅബാനിൽ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. എത്തുമെന്ന് നമുക്കറിയില്ല, റമദാനിൽ എത്തുമോ എന്ന് നമുക്കറിയില്ല. ആഗ്രഹിക്കുകയും വേണം, പ്രാർത്ഥിക്കുകയും ചെയ്യണം. എന്തുകൊണ്ട് മുഅ്മിനീങ്ങൾ സന്തോഷിക്കുന്നതിന്റെ അർത്ഥമാണ്, രൂപമാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ രൂപത്തിൽ ഓരോ ദിവസവും അതുണ്ട് എന്നതും വിശ്വാസികൾക്ക് വലിയ സന്തോഷം നൽകുന്നതാണ്. അതേപോലെ തന്നെ മുക്കഫറാത്താണ്, നമുക്കറിയാലോ, പാപമോചനമാണ്. റമദാൻ തന്നെ അടുത്ത റമദാൻ വരെ ചെറുപാവങ്ങൾ പൊറുക്കാനുള്ള ഒരവസരമാണ്. അതുകൊണ്ട് റമദാനിൽ ജീവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. റമദാനിൽ ജീവിക്കുന്നവൻ നോമ്പുകാരനുള്ള പ്രത്യേക അവസരങ്ങളാണ് ദഅവത്തുൽ മുസ്തജാബ, ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനകൾ, അത് ലഭിക്കണേ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമ്മൾ റമദാനിനെ പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു. റമദാനിലെ ഉംറ, ഭാഗ്യവാന്മാർ, റമദാൻ ഉംറ നിർവഹിക്കാൻ കഴിയുന്നവർ. എൻ്റെ റസൂലുള്ള പറഞ്ഞ വാക്കുകളുടെ ആശയം ഇതാണ്, അറിയാലോ, എന്താ? എൻ്റെ കൂടെ ഹജ്ജ് ചെയ്തവൻ്റെ പ്രതിഫലം. സുബ്ഹാനല്ലാഹ്, നബിയുടെ കൂടെ നമുക്ക് ഹജ്ജ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, ദുനിയാവിലുള്ള തൗഫീഖിന് ഇവിടെ ഇല്ലതാനും. അള്ളാഹു അവസരം തരികയാണ്, സാധിക്കുന്നവർ റമദാൻ. അതും ഇനി ഒരുപാട് ആളുകൾക്ക് അതും വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. പിന്നെയോ റമദാനിൽ പ്രത്യേകമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും നമുക്ക് കാണിച്ചു തന്നതുമാണ് നോമ്പിനോടൊപ്പം തന്നെ പരിശുദ്ധ ഖുർആനുമായിട്ടുള്ള വല്ലാത്ത ബന്ധം, ദീർഘമായി ഖുർആൻ ഓതിയുള്ള നമസ്കാരം. അതുകൊണ്ട് തന്നെ ഈ രണ്ടിനെ കുറിച്ചും റസൂലുള്ളാഹി പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? അസ്സിയാമു വൽ ഖുർആൻ യശ്ഫഅൻ. യശ്ഫഅൻ എന്താ? യശ്ഫഅൻ ശുപാർശ നടത്തും. ലിൽ അബ്ദി യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ അടിമക്ക് വേണ്ടി. അത് ആലോചിച്ച് നോക്കി, കുറേ ആളുകൾക്ക് വേണ്ടി ഖുർആൻ വന്ന് സംസാരിക്കുക, ചില ആളുകൾ അങ്ങനെ നോക്കിക്കുക, എനിക്കും കൂടി ഒന്ന് പറയുമെന്ന് ചോദിക്കുന്ന അവസ്ഥ. മുമ്പിലുണ്ടാവും സൂറത്തുൽ ബഖറയും സൂറത്ത് ആൽ ഇമ്രാനും എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. സഹറാവൈനി എന്നാണ് അതിനെ വിശേഷിപ്പിച്ചത്. ശോഭയുള്ള രണ്ടെണ്ണം, അത് ഗമാമത്തുകളായി വലിയ കാർമേഘമായി വിശ്വാസികൾക്ക് തണലൊരുക്കി നിന്നുകൊണ്ട് പറയും, റബ്ബേ ഇദ്ദേഹത്തിന് വേണ്ടി എൻ്റെ ശഫാഅത്ത് സ്വീകരിക്കണം, ശഫഈനി എന്ന് ഖുർആൻ പറയും. കുറച്ചു നേരം ക്ഷീണിച്ച് നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ, ഖുർആൻ ഓതി നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ, രാത്രി ഇരുന്ന് ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ഒന്നും വെറുതെ ആവില്ല, ഒരക്ഷരം പോലും. അത് അനുഭവിക്കുമ്പോൾ നാളെ പരലോകത്താവും. കുറേ ആളുകൾ കൊതിക്കും, എനിക്കും കിട്ടിയിരുന്നെങ്കിൽ. പലർക്കും അത് കിട്ടില്ലല്ലോ. അള്ളാഹു അത് ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാട്ടെ. അപ്പോൾ എന്തുകൊണ്ട് റമദാനെ നമ്മൾ സന്തോഷത്തോടെ ആഗ്രഹിക്കുന്നു, വെൽക്കം ചെയ്യുന്നു എന്നതിനുള്ള ഖുർആനും ഹദീസിലൂടെ മനസ്സിലാകുന്ന ചില കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ നമ്മളെ ചോദ്യത്തിന് ഉത്തരം. 3 കാര്യങ്ങളിൽ ഒന്ന് ഇതാണ് ചുരുക്കി. രണ്ടാമത്തത്, എങ്ങനെയാണ് നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കേണ്ടത്, എന്തായിരിക്കണം നമ്മുടെ ഒരുക്കം. അതിലൊന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങളുണ്ടോ, ഇതൊക്കെ ആഗ്രഹിച്ചുകൊണ്ടും പ്രതീക്ഷിച്ചുകൊണ്ടും റമദാനിലേക്ക് കിടക്കുക. ഇപ്പം എനിക്ക് എണ്ണി പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ടല്ലോ, ഇതൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് തന്നെ കിടക്കുക. പ്രാർത്ഥനയോടെ റമദാനിലേക്ക് പ്രവേശിക്കുക. റമദാൻ അതിൽ ഇത് ലഭിക്കണേ എന്ന് റബ്ബിനോട് പറയുക. ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ലഭിക്കുന്ന രൂപത്തിൽ അമല് ചെയ്യാൻ തൗഫീഖ് നൽകണേ എന്ന് ശഅബാനിലേ നമ്മൾ പ്രാർത്ഥിക്കണം. ശഅബാന് മുമ്പേ നമ്മൾ പ്രാർത്ഥിക്കണം. ഈ സമയമൊക്കെ മനസ്സറിഞ്ഞ് നമ്മുടെ രാവിന്റെ തഹജ്ജുദ് നമസ്കാരത്തിന് എണീക്കുമ്പോൾ നമ്മുടെ റബ്ബിനോട് മനമൊരുക്കി പറയേണ്ട പ്രാർത്ഥനകൾ ഒന്ന് ഇതായിരിക്കണം. ഈ പറഞ്ഞ തബ്ശീറുകളൊക്കെ ഉണ്ടല്ലോ, സന്തോഷ വാർത്തകൾ, അത് ലഭിക്കാനുള്ള ഭാഗ്യം ഈ റമദാനിലൂടെ എനിക്ക് നൽകണേ എന്ന പ്രാർത്ഥനയാണ് പ്രധാനപ്പെട്ടത്. അതോടൊപ്പം നല്ല നിയ്യത്ത്, ഹുസ്നുൻ നിയ്യ, അത് വളരെ പ്രധാനമാണ്. ഇപ്പം തന്നെ ഉണ്ടാവണം, നിയ്യത്ത് ഉണ്ടാകണം. അപ്പം അത് നിയ്യത്ത് പറഞ്ഞ തലേദിവസം ഇശ കഴിഞ്ഞിട്ട് നവൈത്ത് സൗമഗതി ഞാൻ അതായി ഫർ നമ്മളൊക്കെ പണ്ട് ചൊല്ലിയിരുന്നില്ലേ, അല്ലേ? നിങ്ങളൊക്കെ അങ്ങനെ ചെയ്തിരുന്നില്ലേ? ഇപ്പോഴും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതല്ല ഇവിടെ ഉദ്ദേശിച്ചത്. റമദാനിന് മുമ്പേ നിയ്യത്ത് ഉണ്ടാകണം. ഹജ്ജ് 10 കൊല്ലം കഴിഞ്ഞ ഒരു ചാൻസും ഇല്ലാന്ന് തീരുമാനിക്കുന്ന ആളും ഹജ്ജിന് വേണ്ടി എന്ത് വേണം? നിയ്യത്ത് ഉണ്ടാവണം. ഈ മനസ്സിലിങ്ങനെ ആഗ്രഹവും കരുതലും. അത് റമദാന്റെ കാര്യത്തിൽ, ഈ അമലുകളുടെ കാര്യത്തിൽ ഉണ്ടാകണം നേരത്തെ. നമ്മുടെ പ്ലാനിങ് നമ്മുടെ മനസ്സിൽ, അതാണ് ഹുസ്നുൻ നിയ്യ.
അതിന് വലിയ ബെനിഫിറ്റ് ഉണ്ട്. എന്താ ബെനിഫിറ്റ്? നമ്മൾ നിയ്യത്ത് ചെയ്ത് ആഗ്രഹിച്ചാലും അതെന്താവൂല, വെറുതെ ഇല്ല. റസൂലുള്ള പറഞ്ഞതിന്റെ ആശയം എന്താ? മൻ ഹമ്മ ബി ഹസന വലം യഅമൽഹ. എന്താ മൻ ഹമ്മ ബി ഹസന? അറിയാലോ, ഒരാളൊരു ഹസനത്ത് ഉദ്ദേശിച്ചു, നല്ല കാര്യം, അള്ളാഹ് നിർബന്ധാക്കിയാലും ശരി സുന്നത്താക്കിയാലും ശരി ഏതൊരു കാര്യം ഇത് ലം യഅമൽഹ, അവൻ അതെന്ത് ചെയ്യില്ല, ചെയ്യിട്ടില്ല, ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ അള്ളാഹു എന്താ റെക്കോർഡിൽ വരുത്തുക? ഒരു ഹസനത്തായിട്ട് രേഖപ്പെടുത്തും. നമുക്ക് തൗഫീഖ് ഉണ്ടായില്ല വിചാരിക്കാം, നമുക്ക് തൗഫീഖ് ഉണ്ടായില്ല വെച്ചാൽ റമദാന്റെ ഹിലാൽ കണ്ട അന്ന് രാത്രി തന്നെ അള്ളാഹു നമ്മുടെ അവസാന ശ്വാസം നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അള്ളാഹു അലം. എങ്കിലും നമ്മുടെ രേഖയിൽ എന്ത് വന്നു? ഒരു റമദാനിലെ നോമ്പും വന്നു, നമ്മൾ ഓതാൻ തീരുമാനിച്ച ഖിറാഅത്ത് വന്നു, നാം കൊടുക്കാമെന്ന് വിചാരിച്ച സദഖകൾ വന്നു, നാം തുറപ്പിക്കാൻ വിചാരിച്ച നോമ്പ് തുറപ്പിക്കൽ വന്നു. ഒന്ന് കിട്ടി. എന്തായാലും ചെയ്താൽ എന്തായി? അത് 10 മുതൽ എത്ര കൂടുതൽ. ചെയ്യാതെ കിട്ടുന്നത് നമുക്ക് മാത്രം, മുവഹിദീങ്ങൾക്ക്. ഇമാം അഹ്മദ് റഹ്മഹുല്ല തൻ്റെ മകനായ അബ്ദുള്ളയോട് പറഞ്ഞ, മകൻ ഉപദേശം ചോദിച്ചു പറഞ്ഞ ചില കാര്യങ്ങൾ ചരിത്ര രേഖകളിൽ നമുക്ക് കാണാം. അദ്ദേഹം പറയുന്നുണ്ട്, ഔസിനി യാ അബത്ത്, എൻ്റെ പൊന്നുപ്പ എനിക്കൊരു വസിയത്ത് തരണം. മക്കൾ ചോദിച്ചു വാങ്ങിയിരുന്നു വസിയത്ത് ഉപ്പാനിരുന്നു. ഇപ്പം പിടിച്ചുകൊണ്ട് ചെയ്തു പിടിച്ച് അങ്ങോട്ട് കൊടുത്താലടക്കം മക്കൾ എന്താവില്ല, വസിയത്ത് കേൾക്കാത്ത അവസ്ഥയാണ് അല്ലേ? പല മക്കളും, എല്ലാ മക്കളും അല്ല, നല്ല മക്കളെ കിട്ടിയവർ ഭാഗ്യവാന്മാർ. വിളിക്കുന്നിടത്ത് വരുന്ന, കൺകുളിർമയുണ്ടാക്കുന്ന കാഴ്ചകൾ കാണുന്ന, പറയാതെ നമസ്കരിക്കുന്ന, പറയാതെ ഖുർആൻ ഓതുന്ന, മാതാപിതാക്കളെ സ്നേഹിക്കുന്ന, ഖിദ്മത്ത് ചെയ്യുന്ന മക്കളുണ്ടെങ്കിൽ മഹാഭാഗ്യവാന്മാർ. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മുടെ മക്കളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വസിയത്ത് ചോദിക്കുകയാണ്, യാബത്ത് ഹൗസിനി, ഉപ്പ വസിയത്ത് തരും. ഇമാം അഹ്മദ് റഹ്മുള്ള കുറേ വസിയത്ത് നൽകിയിട്ടുണ്ട്. അതിലൊന്ന്, യാ ബുനൈ, പൊന്നുമോനെ, അൻവിൽ ഖൈർ, അൻവിൽ ഖൈർ. അൻവി എന്ന് പറഞ്ഞാൽ നിയത്ത് ചെയ്യുന്നതാണ്. നവാ അല്ലേ, ലികുല്ലി ഇംറിഇൻ മാ നവാ, ഉദ്ദേശിച്ച ഓരോ മനുഷ്യനുള്ളതാണ്. അൻവിൽ ഖൈർ, പൊന്നുമോനെ, മോനെ, നീ എപ്പോഴും ഖൈർ ഉദ്ദേശിച്ച് നടക്കണം. ഒരു ഖൈർ നീ എപ്പോഴും ആഗ്രഹിക്കണം, നീ നിയ്യത്തിലുണ്ടാവണം ഖൈർ. فإنك لا تزال بخير ما نويت الخير. فإنك لا تزال بخير ما نويت الخير. എന്താ? നീ ഖൈർ ഉദ്ദേശിക്കുന്ന അവസരത്തിലൊക്കെ നീ എവിടെയാണ്? നീ ഖൈറിലെ പൊന്നെ. നീ ഖൈർ ഉദ്ദേശിച്ചിട്ട് നീ നിന്റെ മനസ്സിൽ ഖൈർ ചെയ്യണമെന്നുണ്ടോ, നീ ഖൈറിലായി കഴിഞ്ഞു. പിന്നെ ചെയ്യുമ്പോൾ അതിന് എക്സ്ട്രാ റബ്ബിന്റെ വക വേറെ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഹുസ്നുൻ നിയ്യത്തിനെ കുറിച്ച് സൂചിപ്പിച്ചത്. അപ്പോൾ ആ നല്ല നിയ്യത്തോട് കൂടിയിട്ട്, ആഗ്രഹത്തോടു കൂടി റമദാനിലേക്ക് പ്രവേശിക്കാൻ നമുക്കാകണം. മറ്റൊരു കാര്യം എന്താണെന്നറിയോ? അള്ളാഹു നാം റമദാനിൽ ചെയ്യുന്ന അമലൊക്കെ സ്വീകരിക്കണം. റമദാനിൽ നിന്നല്ല, ശഅബാനിലും ചെയ്യുന്ന അമലൊക്കെ സ്വീകരിക്കണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് 3 കാര്യങ്ങൾ ആവശ്യമാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഇസ്രായിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഏതാ 3 കാര്യം? വമൻ അറാദൽ ആഖിറ വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ ഫഉലൈക കാന സഅയുഹും മഷ്കൂറ. അള്ളാഹു നന്ദിപൂർവ്വം അമലുകൾ സ്വീകരിക്കുമെന്നാണ്. 3 കാര്യങ്ങൾ, 3 ഷർത്തുകൾ നിർബന്ധമാണ്. നമുക്കതറിയാം. ഒന്ന്, നല്ല നിയ്യത്ത് വേണം. അതാണ് വമൻ അറാദൽ ആഖിറ, പരലോകം ആഗ്രഹിക്കണം എന്നാണ്. അള്ളാഹിൻ്റെ അടുത്തുള്ള പ്രതിഫലം ആഗ്രഹിച്ച് ചെയ്താലേ കിട്ടൂ. രണ്ടാമത് വസഅ ലഹാ സഅയഹാ, ചെയ്യേണ്ട രൂപത്തിൽ ചെയ്യണം, അള്ളാഹിൻ്റെ റസൂലിൻ്റെ മാതൃകൾക്ക് അനുസരിച്ച് ചെയ്യണം. നല്ലതാണ് എന്ന് വിചാരിച്ച് തോന്നിയത് കാണിച്ചു കിട്ടിയാൽ ശരിയാവില്ല, അതിന് കിട്ടൂല. ദീനിൽ പുതുതായി കൊണ്ടുവരാൻ നമുക്ക് ആർക്കും ഒരു അവകാശമില്ല. മൂന്നാമത്, അവൻ യഥാർത്ഥ മുഅ്മിനായിരിക്കണം, ഈമാനുള്ളവനാകണം. അതുകൊണ്ടാണ് ഇസ്ലാം കാര്യം എണ്ണിയപ്പോൾ അല്ലേ, നമുക്കറിയാലോ, ഷഹാദത്ത് മുതൽ ഇങ്ങോട്ട് ഹജ്ജ് വരെ നമുക്കൊക്കെ ആലോചിക്കും ചിലപ്പോൾ. നിസ്കാരം ചെയ്യേണ്ട കാര്യം, സക്കാത്ത് അടുത്തത് അതും ചെയ്യണം, നോമ്പ് അതും ചെയ്യണം, ഹജ്ജും ചെയ്യണം, പിന്നെ ഷഹാദത്തയിൽ വന്നത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് ഇസ്ലാം കാര്യമാണ്. എന്താ? തൗഹീദിൻ്റെ കാര്യത്തിൽ ഒരു അളവും പാടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന് വിരുദ്ധമായ എൻ്റെ നമസ്കാരം അല്ലാഹുക്ക് വേണ്ട. ഷഹാദത്ത് ശരിയായ രൂപത്തിൽ സാക്ഷ്യം വഹിക്കാത്തവൻ്റെ നോമ്പും സക്കാത്തും ഹജ്ജും റബ്ബിന് വേണ്ട. അവൻ എത്ര ഹജ്ജും ഉംറയും ചെയ്തിട്ട് ആചാരായിട്ടും കാര്യമില്ല. ഇത് അടിസ്ഥാനപരമാണ്, ബേസ്ഡാണ്. അത് ശരിയാണ്. എത്രയും മുഅ്മിനീങ്ങളുണ്ട് പ്രിയമുള്ളവരെ, നോമ്പ് അനുഷ്ഠിക്കുന്നു, ശരീരത്തിൽ ഐക്യലുണ്ട്, ഏലസുണ്ട്, ബദരീങ്ങൾ ആണ്ട് കഴിക്കുന്നു, ബദരീങ്ങളെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. റമദാനിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി, തൗഹീദിന് വേണ്ടി, ദീനിനെ നിലനിർത്താൻ വേണ്ടി
ശത്രുക്കളോട് ഇടരാടിയ ആ മഹാന്മാരായ മനുഷ്യരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, റബ്ബിന്റെ സ്ഥാനത്തേക്ക് വെക്കുന്നു. റബ്ബിനെ വിളിച്ച് മാത്രം പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ് യുദ്ധം ചെയ്തവരെ റബ്ബിന്റെ സ്ഥാനത്ത് കൊണ്ടുപോയി വെക്കുന്നു. നമ്മൾ കാണുകയല്ലേ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ മുഴുവൻ അമലുകളും. അള്ളാഹ്ക്ക് അങ്ങനത്തെ ഒരു അമല് ഒന്നും വേണ്ട. അതുകൊണ്ട് വിശ്വാസം എന്താ? എന്തൊക്കെ വിശ്വസിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ അതിലൊക്കെ വിശ്വസിക്കണം. അള്ളാഹുവിന് അല്ലാതെ ആരാധനക്ക് അർഹനായിട്ടില്ല, മറ്റാരും ഇല്ലാത്തത് അതിൻ്റെ അടിസ്ഥാനമാണ്, ആദർശത്തിൻ്റെ അടിത്തറയാണ്. പ്രാർത്ഥന റബ്ബിനോടല്ലാതെ പ്രാർത്ഥിക്കുന്ന ആരുടെ നോമ്പൊന്നും നോമ്പ് എന്നുള്ള ഒരമില്ലെന്ന് സ്വീകരിക്കില്ല. അള്ളാഹു അല്ലാത്തവരെ പേരിൽ സത്യം ചെയ്യുന്നവർ. അപ്പോൾ നമ്മൾ ഗൗരവത്തിലാണ്. ഒരു കറ പോലും തൗഹീദിന്റെ കാര്യത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഒരു കറ പോലും ഉണ്ടാകാൻ പാടില്ല. നിഷ്കളങ്കമാകണം. അതാണ് ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസ്. നിഷ്കളങ്കമാകണം. ഒരു കലർപ്പുമില്ലാത്തതാവണം. ഒരു കലർപ്പും ആ വിഷയത്തിൽ ഉണ്ടാകാൻ പാടില്ല. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കറുത്ത പൂച്ചനെ കാണുമ്പോൾ ബേജാറ് വന്നോ, അത് കലർപ്പ് വന്നു നമ്മുടെ തൗഹീദിൽ. നമ്മൾ എവിടേക്കെങ്കിലും പോകുമ്പോൾ നമ്മുടെ കൊച്ചുമോൻ പേരക്കുട്ടി മകളുടെയോ മകൻ്റെയോ കുഞ്ഞ് നമ്മളെ പിന്നോട്ട് വിളിച്ചോ, എല്ലാവർക്കും ബേജാറാണ്. കണ്ടോ, ഒരു വഴിക്കറിയപ്പോൾ വിളിച്ചു പിന്നിട്ട് ആ കുഞ്ഞിൻ്റെ മുഖം പൊത്തിപ്പിടിക്കുക. ചില ഉമ്മമാർ പ്രസവിച്ച കുഞ്ഞിന് മറ്റൊരുത്തനെ കണ്ണ് തട്ടാതിരിക്കാൻ കറുത്ത ചരടും വലിയ പുള്ളിയും കവിളിലിട്ട് നടക്കുകയാണ്. എന്നിട്ട് ഒരു തൗഹീദിൻ്റെ ആൾക്കാരാന്ന് പറയണോക്കാണ്. ചില ആൾക്കാർ നെഞ്ഞത്ത് കയ്യോ കെട്ടി നിസ്കരിക്കുന്നുണ്ടാവും, മുസ്ലിങ്ങളാണ് എന്നും പറയണം. അതല്ല, അത് തട്ടാതിരിക്കാൻ ഇസ്ലാം വേറെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അള്ളാഹു റസൂൽ ഹസനും ഹുസൈനും കണ്ണ് തട്ടാതിരിക്കാൻ നല്ല വലിയ രണ്ട് പുള്ളി കവളി, നല്ല സുന്ദരക്കുട്ടപ്പന്മാരായിരുന്നു. കവളി രണ്ട് വലിയ കുത്തിട്ട് കൊടുക്കല്ല ചെയ്തത്, പ്രാർത്ഥിക്കുക ചെയ്തത്. എല്ലാവിധ കണ്ണിൽ നിന്നും പൊന്നുമക്കളെ നിങ്ങൾക്ക് വേണ്ടി റബ്ബിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു, പ്രാർത്ഥിക്കുക ചെയ്തത്. അവർക്ക് വേണ്ടി നമുക്ക് ഇഖ്ലാസും ചൊല്ലാം, മുഅവിദത്തൈനി പാരായണം ചെയ്യാം. അങ്ങനെയാണ് തൗഹീദ്. അല്ലാതെ ചരട് കിട്ടിയിട്ടും പുള്ളി കുത്തിയിട്ട്. ഞാൻ പറഞ്ഞതെന്താ അറിയോ, ഇതൊക്കെ ചെയ്യുന്നവരെ നോമ്പ് വിൽക്കുന്നുണ്ട്, ഗൗരവപ്പെട്ടാണ്. അല്ലാഹു അങ്ങനത്തെ. അപ്പോൾ ഈ വിശ്വാസം വളരെ ക്ലിയർ ആയിക്കൊണ്ടായിരിക്കണം റമദാനിലേക്ക് കടക്കേണ്ടത് എന്ന് നമ്മുടെ മനസ്സിലുണ്ടാവുക എന്നതിനാണ് ഞാൻ സൂചിപ്പിച്ചത്. അതോടൊപ്പം തൗബയുടെ മനസ്സോടുകൂടി. ചില ആൾക്കാർ വിചാരിക്കും റമദാനെ എത്തിയിട്ട് വേണം തൗബ ചെയ്യാൻ. അങ്ങനെയല്ല. ഇസ്ലാം പഠിപ്പിച്ച എങ്ങനെ അറിയോ, ക്ലീൻ ആയിട്ട് റമദാനിലേക്ക് കടക്കാനാണ് മുൻഗാമികൾ നമ്മളെ പഠിപ്പിച്ചത്. ചില ആളുകൾ റമദാനിൽ എത്തിയിട്ട് വേണം ഒന്ന് ഖുർആൻ തുറക്കാൻ. കഴിഞ്ഞ റമദാൻ കഴിഞ്ഞേക്ക് അടച്ചു വെച്ച് അവിടെ കെട്ടിവെച്ചതാണ്. ഇനി അടുത്ത റമദാനിലെ തുറക്കുകളും തീരുമാനിച്ച ചില ആളുകളുണ്ട്. പണ്ടൊക്കെ അധികം, ഇപ്പം അങ്ങനെയൊക്കെ മാറിയിട്ടുണ്ട്. നിങ്ങൾ ബാങ്ക് കേട്ടില്ലേ? ഓരോ ബാങ്കും ഓരോ ദിവസവും 5 നേരത്തെ ബാങ്കുകളും ശ്രദ്ധിച്ച് കേൾക്കുന്നവൻ, അതിന് ജവാബ് പറയുന്നവനെ കുറിച്ച് റസൂൽ പറഞ്ഞെന്താ? ആരെങ്കിലും കൽബറിഞ്ഞ് പറഞ്ഞാൽ ദഖലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുക. ബാങ്ക് കൊടുക്കുമ്പോൾ നന്നായി കാത് കൊടുക്കണം. വീട്ടിലാണെങ്കിലും അങ്ങാടിയിലാണെങ്കിലും ആ ഒരു ഇത്തിരി സമയം നമ്മളൊന്ന് ചെവി കൊടുക്കുക, അതിൽ നിന്ന് ജവാബ് പറയുക. ആ പള്ളിയിൽ മാത്രം ഉണ്ടാവുമ്പോഴല്ല, സ്ത്രീകളാണെങ്കിൽ എന്ത് തിരക്കിനിടെ ബാങ്ക് കൊടുക്കണമെങ്കിൽ അതൊന്ന് ചെവി കൊടുക്കുക. അതാണ് റസൂൽ പറഞ്ഞത്. ആരെങ്കിലും ഓരോന്നും പറഞ്ഞ് എങ്ങനെ ജവാബ് പറയണമെന്ന് പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു മിൻ ഖൽബിഹി, ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിഞ്ഞിട്ട് അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞു മിൻ ഖൽബിഹി ദഖലൽ ജന്ന. സുബ്ഹാനല്ലാഹു, ആ വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. മരിക്കുന്നത് വരെ ബാങ്കിനെ അവഗണിക്കരുത് എന്ന് സൂചിപ്പിച്ചാണ്. ബാങ്കിനോടൊപ്പമുള്ള സുന്നത്തുകൾ. ബാങ്ക് കൊടുക്കുന്നവൻ്റെ പ്രതിഫലം ഒരുപാടുണ്ടറിയാലോ. ജവാബ് പറയണം, ബാങ്ക് കഴിഞ്ഞ നബിയുടെ മേലെ സ്വലാത്ത് ചൊല്ലണം, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ എന്നുള്ള പ്രാർത്ഥന ചൊല്ലണം. പിന്നെ ഷഹാദത്ത് കഴിഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ ബാങ്കിന് ശേഷമോ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു റളീതു ബില്ലാഹി റബ്ബൻ. നമ്മുടെ കുട്ടികൾ മഗ്‌രിബിന് ചൊല്ലുന്നത് കേട്ടു. ചില ഹദീസിൽ അന അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് റസൂലുള്ളാഹി ചൊല്ലുന്ന, ഞാനിതാ സാക്ഷ്യം വഹിക്കണം. ആ സമയത്ത് നിർവഹിക്കാം. അതൊക്കെ സുന്നത്തുകളാണ്. അപ്പോൾ ഒന്നും പാഴാക്കരുത് എന്നതാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പോൾ ഏതായിരുന്നാലും നമ്മൾ പറഞ്ഞു വന്നത് റമദാനിലേക്ക് പ്രവേശിക്കേണ്ടത് മറ്റൊരു കാര്യം തൗബയോടുകൂടിയാണ്. റമദാൻ മാസം തൗബയുടെ മാസം തന്നെ, സംശയമൊന്നുമില്ല, ശഹ്റു തൗബയാണ്. പക്ഷെ മുൻഗാമികൾ നമ്മളെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. നിങ്ങൾ റമദാനിലേക്ക് കടക്കുന്ന അതിനു മുമ്പ് തന്നെ ക്ലീനാക്ക് നിങ്ങളുടെ മനസ്സിനെ. ശഅബാന്റെ രാവുകളിൽ അല്ലാഹുവോട് പറയേണ്ടത് പറയാം, പൊരുത്തപ്പടിക്കേണ്ടത് പൊരുത്തപ്പടിക്ക്, കൊടുക്കാനുള്ളത് കൊടുക്ക്, വീട്ടാനുള്ളത് വീട്ട്. ക്ലീനായിട്ട് നീ റമദാനിലേക്ക് കിടക്ക്. എങ്കിൽ ആ 1-ാമത്തെ രാവ് മുതൽ, ഞാൻ പറഞ്ഞില്ല വ്യാഴാഴ്ചയാണ് നോമ്പെങ്കിൽ ബുധനാഴ്ച മഗ്‌രിബ് മുതൽ നമുക്ക് ലഭിക്കാൻ തുടങ്ങുന്നതിൻ്റെ പുണ്യം. അന്നത്തെ ഉഴത്തക്കാവുകളിൽ അടക്കം ചിലപ്പോൾ നമ്മൾ പെടും. തൂബാ ലിമൻ സ്വലഹ നഫ്സഹു ഖബല റമദാൻ എന്ന് മുൻഗാമികൾ പറഞ്ഞതായിട്ട് രേഖകളിലുണ്ട്.
എന്താ അർത്ഥം? റമദാന് മുമ്പ് തന്നെ നന്നാക്കിയവന് മംഗളങ്ങൾ, തൂബ, ആ രൂപത്തിലായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ മുൻഗാമികൾ ഷഅബാൻ മാസത്തിലായ ഹാനൂത്തൊക്കെ അടച്ച് ഖുർആൻ പാരായണത്തിൽ ഇരിക്കുന്നു കേട്ടിട്ടില്ല നിങ്ങൾ? ഹാനൂത്ത് പറഞ്ഞാൽ അവിടെ കച്ചവടം സ്ഥാപനങ്ങൾ. ഒരു സഹാബി പിന്നെ താബി പണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നു, നോട്ട് ചെയ്തിട്ടില്ല. അദ്ദേഹം പറയണം ഷഅബാൻ മാസം പറഞ്ഞ ഹാനൂത്ത് അടച്ചു വെക്കും, അടക്കും, കട ക്ലോസ്ഡ്. എന്നിട്ട് എന്തിനാ? ഖുർആൻ ഓതാൻ. നമ്മളോ ഖുർആൻ ഓതാൻ റമദാൻ കാത്തിരിക്കും. റമദാനിൽ ഖുർആൻ ഓതണം, സംശയമൊന്നുമില്ല. പക്ഷെ അവരുടെ മുന്നൊരുക്കം നോക്കിയാൽ നമ്മളിപ്പോൾ അഖില റമദാനാണല്ലോ, ഈ ഷഅബാനാന്ന് വിചാരിച്ച് ഷഅബാനിൽ എന്നും ഓതിനേക്കാളും 2 പേജ് ഓരോ ദിവസം ഓതാൻ എത്ര ആൾക്ക് കഴിഞ്ഞിട്ടുണ്ട്? ഷഅബാൻ മാസമാണല്ലോ, ഞാൻ 2 പേജോ അധികം ഓതട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടോ? ഒന്ന് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് കൂടുതൽ പറയട്ടെ, കഴിഞ്ഞുപോയ ഏതെങ്കിലും പാപങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ അതൊന്ന് റബ്ബിനോട് പറയട്ടെ, ആരോടെങ്കിലും പിണക്കമുണ്ടെങ്കിൽ അതൊന്ന് തീർക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടോ? റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, സഹോദരന്മാർക്കിടയിൽ പിണക്കമുണ്ടെങ്കിൽ അവരുടെ അമല് മുകളിലേക്ക് പോകില്ല. ആ പിണക്കൊന്ന് റമദാനിന് മുമ്പ് തീർക്കാൻ ശ്രമിക്കും. അതോ നീ ഉംറക്ക് പോകാനും ഹജ്ജിന് പോകാനും കാത്തിക്കണം? അതിനല്ല, പിണക്കം തീർക്കേണ്ടത് ഷഅബാനിൽ തീർക്കണം, റമദാന് മുമ്പ് തീർക്കണം. അല്ലുണ്ടെങ്കിൽ മനുഷ്യന്മാരാണ് ഉണ്ടാവും, ചിലപ്പോൾ പൊരുത്തപ്പെടിക്കണം, പറയണം. ഒരൊറ്റ സലാം കൊണ്ട് തീരും, ചിലപ്പോൾ ഒരൊറ്റ ഫോൺ വിളി കൊണ്ട് തീരും. പക്ഷെ ആര് വിളിക്കും, ആര് സലാം പറയുന്നതാണ് ഇപ്പോഴും ആലോചന. തീർക്കണം. നമ്മളെടുത്തുന്നല്ല കുറ്റം, കാക്കാടെ അടുത്ത് തന്നെ ആയിരിക്കും, അനിയൻ്റെ അടുത്ത് തന്നെ ആയിരിക്കും, പെങ്ങളുടെ അടുത്ത് തന്നെ ആയിരിക്കും. അത് നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാം, എങ്കിൽ റബ്ബ് നമുക്ക് തരും. നമ്മൾ അതേപോലെ വാശിക്ക് നിന്നിട്ടോ ചിലപ്പോൾ ഒരൊറ്റ സലാം, എത്ര അനുഭവങ്ങളാണ് ഒരൊറ്റ സലാം കൊണ്ട്. സെഫിൽ നിൽക്കൂല, കാക്ക വേണമെങ്കിൽ അനി അപ്പുറത്ത് പോയിക്കും, തമ്മി തെറ്റാണ്. അല്ലെങ്കിൽ അയലോക്കാരൻ ആ അടുത്ത് നിൽക്കുന്നത് പോലും നിങ്ങളുടെ കൽബിനെ അടുപ്പിക്കുന്ന റസൂലുള്ളാഹി പറഞ്ഞു വെറുതെ ഒന്നുമല്ല. അന്നങ്ങനെ ചാരി നിന്നാണ്, ആ കയ്യൊന്നും മുട്ടിയുണ്ടല്ലോ, അതൊരു കരണ്ടടി ഉണ്ടാവും അവിടെ. കണ്ടില്ല, ചിലവർക്ക് ഇവിടെ വന്ന് നിൽക്കും, ഇവിടെ ഉണ്ടാവും, നിൽക്കണ്ട് വലതുവശത്തോടെ നിൽക്കാൻ ഹാപ്പി ഉണ്ട്, എന്നാലും അവിടെ പോയിക്കും. എന്താ കാരണം? അത് അയമോട്ടിയൊക്കെയാണ് പുരേറ്റ്, അല്ലെങ്കിലേ ഞാൻ ശരിയല്ല. ഞാൻ പറഞ്ഞത് തീർക്കേണ്ട മാസമാണ്. അതുകൊണ്ടാണ് നോമ്പ് വീട്ടാണ്ടെങ്കിലൊക്കെ ഷഅബാനിൽ വീട്ടാൻ റസൂലുള്ളാഹി പറഞ്ഞത്. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, എനിക്ക് കയ്യലില്ല പല മാസങ്ങളിലും, ഞാൻ എന്നിട്ട് പലതും വീട്ടല് ഷഅബാനിൽ ക്ലീൻ ആക്കാനാണ്. സക്കാത്ത് കൊടുക്കാൻ ബാക്കിയിട്ടോ, റമദാനിലേക്ക് നീട്ടണ്ട, കൊടുത്ത് വീട്ടിയിട്ട് റമദാനിലേക്ക് കിടക്കണം. റമദാനിൽ സക്കാത്ത് കൊടുക്കേണ്ട മാസമൊന്നുമല്ല. എന്നാൽ ഒരാൾ എല്ലാ വർഷവും റമദാനിലാണ് കൊടുത്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, റമദാൻ അല്ല. കച്ചവടം തുടങ്ങിയത് മുഹറത്തിൽ, അടുത്ത മുഹറത്തിലാണ് കൊടുക്കേണ്ടത്, അല്ലാതെ റമദാൻ വരെ കാത്തിക്കാൻ പറ്റില്ല. സ്വർണം 10-20 പവൻ വാങ്ങിയത് ഏത് ഷഅബാനിൽ, റബീഉൽ അവ്വലിൽ. അടുത്ത റബീഉൽ അവ്വൽ വരുമ്പോൾ കൊല്ലം കഴിഞ്ഞു, 10.5 പവൻ ഉണ്ടെങ്കിൽ 85 ഗ്രാം ഉണ്ടെങ്കിൽ കൊടുത്തേ പറ്റൂ, അല്ലെങ്കിൽ പിന്നെ ഹറാമാണ് ധരിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചത് എന്താ അറിയോ, അവരങ്ങനെ. ഇപ്പോൾ ഹസൻ ബസീർ റഹ്മഹുല്ലാഹ് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇദാ ദഖല ഷഅബാൻ, ഷഅബാൻ എത്തിയാൽ തഗയ്യറ ഹാലുഹു വസ്തദ്ദ ഖൗഫുഹു. അദ്ദേഹത്തെ കുറിച്ച് പറയണം. ഹസൻ ബസീർ മഹാനായ മഹാപണ്ഡിതനാണ്, പണ്ഡിത സൂര്യയാണ്, നമുക്കറിയാം. ഷഅബാനിലേക്ക് പ്രവേശിച്ചാൽ തന്നെ ഹാരൊക്കെ തഗയ്യുറാവുന്നതാണ്, ഇവർക്കാകെ ബേജാറാവുന്നതാണ്. ഷഅബാനിൽ എത്തിയാൽ തന്നെ പേടി അധികരിക്കും, ഭയം. ഞാൻ റമദാനിൽ എത്തൂലേ, ക്ലീൻ ആവുമോ? അദ്ദേഹം പറയാറുണ്ട് എന്നാണ്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, വഖാന യഖൂൽ, അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഷഅബാൻ റമദാനിന് മുമ്പ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ലാ യദ്ഖുലു അലൈക റമദാൻ ഇല്ലാ വഖൽബുക ത്വാഹിറുൻ നഖിയ്യുൻ. എടോ സുഹൃത്തെ, നീ റമദാനിലേക്ക് പ്രവേശിക്കരുത്, എങ്ങനെയല്ലാതെ? ഇല്ലാ വഖൽബുക ത്വാഹിറുൻ നഖിയ്യുൻ. നഖി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലീൻ, വെടുപ്പായി നിന്ന ക്ലീൻ, പരിശുദ്ധമായ മനസ്സോടെ നീ റമദാനിലേക്ക് കടന്നോന്നാണ്. അപ്പൊ നമ്മൾ ഈ റമദാന്റെ മുമ്പ് ഈ ഷഅബാന്റെ അവസാനത്തിരിക്കുമ്പോൾ ഒന്നിരുന്ന് ആലോചിക്കാം, വല്ലവരോടെങ്കിലും പറയണ്ടോ? ഉമ്മാനോട് വേണ്ടത്ര അണഞ്ഞ് പെരുമാറിയിട്ടില്ലേ? ഉപ്പാൻ്റെ അടുത്തൊന്ന് പോയിരുന്നിട്ട് കാലം കുറയോ? ആ മുഖത്തൊക്കെ നേരെ നോക്കിയിട്ട് കുറേ ദിവസമായോ? ഞാൻ ജ്യേഷ്ഠനോട് സംസാരിച്ചിട്ടോ ഫോൺ വിളിച്ചിട്ടോ? വാപ്പാൻ്റെ പങ്ങൾ അമ്മായി എത്രയോ ദൂരെയാണ്, അവരോട് സംസാരിച്ചത് അതൊക്കെ ഒന്ന് തീർത്തിട്ട് അപ്പോൾ വല്ലാത്തൊരു സുഖം ഉണ്ടാവും ഒരു വിളിന് കഴിഞ്ഞാൽ. ചിലർ കൊതിക്കാണ് പ്രിയമുള്ളവരെ. എൻ്റെ വാപ്പയുടെ പങ്ങളുണ്ടായിരുന്നു, 2 കൊല്ലം മുമ്പ് ഉംറക്ക് പോയപ്പോൾ മക്കയിൽ വെച്ചാണ് മരിച്ചത്. അവരെന്നും ആഗ്രഹിക്കും മക്കയിൽ വെച്ച് മരിക്കണം എന്ന്. ഈ നമ്മൾ പ്രത്യേക ദിവസങ്ങളിലും ഇടക്കിടക്കൊക്കെ വിളിക്കും. അപ്പോൾ ഒരു ദിവസം വരുമ്പോൾ 3-4 മരുമകളുണ്ട്, അവർ പറയണം, എൻ്റെ കുട്ടീനെ വിളിച്ച്. നമ്മളൊരാൾ വിളിച്ചാൽ നമ്മുടെ വാപ്പയുടെ
അവർക്കൊന്നും കൊടുക്കണ്ട, അവർക്കൊന്നും വേണ്ട, ഒറ്റ വിളി മതിയോ. അതിന് പോലും ഇന്ന് പിശുക്കാണ്. സമയമെല്ലാവർക്കും. ഞാൻ പറഞ്ഞത് എങ്ങനെയൊക്കെ പരിശുദ്ധമായി കഴുകിക്കളഞ്ഞുകൊണ്ട് ക്ലീൻ ആയിട്ടാണ് കിടക്കാൻ പറ്റുമോ റമദാനിലേക്ക്, അവനാണ് ഒന്നാം നമ്പർ. ചിലവർ അവസാനത്തെ 10 വരെ കാത്തിക്കുകയാണ്. എന്തിന്? തൗബ ചെയ്യാൻ. ഉണ്ടാവുമെന്ന് ഉറപ്പില്ല. അന്ന് നമ്മൾ പറയണം, അതൊക്കെ ഇബാദത്താണ്. പ്രിയമുള്ളവർ അക്കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, തിലാവത്തിന്റെ ഷഹ്റുൽ ഖുറ എന്ന് പേരിട്ടിരുന്നതാണ്. ഏത് മാസത്തിന്? ഷഹ്റുൽ ഖുറ, പാരായണക്കാരുടെ മാസം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇനി ഇരിക്കട്ടെ, ഷഅബാൻ 22 എത്ര സുന്നത്ത് നോമ്പ് നമ്മൾ നോറ്റു? റസൂലുള്ള ഏറ്റവും കൂടുതൽ സുന്നത്ത് നോമ്പ് ഒറ്റ മാസം ഷഅബാൻ. നിങ്ങൾ ഖുതുബിന്ന് കേട്ടിട്ടുണ്ടാവും, ഹിക്കമി പറയാതിരിക്കില്ല. ഷഅബാണല്ലോ ആണല്ലോ എന്ന് വിചാരിച്ചതൊരു നോമ്പ്, സുന്നത്ത് നോമ്പ് അധികം. നോൽക്കാത്തവരൊന്ന് നോൽക്കാൻ, ഒന്ന് നോക്കിയിരുന്നത് 2 ആക്കാൻ, 3 നോക്കിയിരുന്നവർ 4 ആക്കാനെങ്കിലും. അവിടെയാണ് നമ്മുടെ ഈമാൻ. ഇനിയുണ്ട് ദിവസം കേട്ടോ. ഇനി ഒരു വ്യാഴവും തിങ്കളും ഉണ്ട് വേണമെങ്കിൽ റമദാന് മുമ്പ് ഇൻഷാ അല്ലാഹ്. അതല്ലാത്ത ദിവസമുണ്ട്. തീരുമാനിക്കും പ്രിയമുള്ളവരെ. ഈ ഷഅബാൻ ഒരു സുന്നത്ത് നോമ്പ് നോൽക്കാത്ത എൻ്റെ മുമ്പിലിരിക്കുന്ന വിശ്വാസികളുണ്ടെങ്കിൽ, രോഗികളല്ലാത്തവർ, ആരോഗ്യമുള്ളവരുണ്ടെങ്കിൽ ആഗ്രഹിക്കും പ്രിയമുള്ളവരെ. അള്ളാഹ് ശിക്ഷിക്കൊന്നുമില്ല നോക്കില്ല. അതൊരു മുന്നൊരുക്കാം. ഒരു റമദാനിൽ ഷഅബാനിൽ ഒന്നും ഒഴിവാക്കിയില്ല എന്ന് പോലും ഞങ്ങൾ ചിന്തിച്ചു എന്ന സഹാബത്ത് പറഞ്ഞു റസൂലുള്ളാഹിനെ കുറിച്ചിട്ട്. റമദാന് ശേഷം സുന്നത്ത് നോമ്പുണ്ട്, റമദാന് മുമ്പുണ്ട്. നിങ്ങൾ ഷഅബാനിൽ ഒരു കുറച്ച് നോമ്പ് നോക്കി നോക്കിയിട്ടുണ്ട്, റമദാനിൽ ഒരു പ്രയാസം ഉണ്ടാവില്ല. ഒരു പ്രയാസം ഉണ്ട്. അത്ര റമദാനിൽ ഒരു കഷ്ടപ്പാടും നോമ്പിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെയാണ് അനുഭവങ്ങൾ. എല്ലാവരും ചെയ്യണവർ ഒരുപാട് പേര് ഇവിടെ ഉണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞത് ആ കാര്യത്തിൽ സക്കാത്ത് വല്ലതൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാൻ, ബാക്കിയുണ്ടെങ്കിൽ റമദാനായിട്ട് കൊടുത്തിട്ട് കൂലി കൂടുതൽ കിട്ടൂല. ഏത് കൊടുക്കാത്തവൻ ഷഅബാനിൽ കൊടുക്കേണ്ട സക്കാത്ത് റമദാനിലേക്ക് നീട്ടി വെച്ചിട്ട് എന്തിട്ടൂല, കൂലി കിട്ടില്ല, കുറ്റ കിട്ടുക. അതിൻ്റെ ഇടയിൽ മരിച്ചവൻ നരകമാണ്, നരകത്തിലിട്ട് പഴിപ്പിക്കുക ചെയ്യുക. അത് ചെയ്യേണ്ട സമയത്ത് കൊടുക്കണം. ഗൗരവപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ വല്ലതൊക്കെ വീട്ടാണെങ്കിൽ, നോമ്പ് വീട്ടാനുണ്ടെങ്കിൽ അങ്ങനെ, ഇനി വീട്ടാനില്ലാത്ത സുന്നത്ത് നോമ്പ്, ഖുർആൻ പാരായണം കൂടുതൽ, അങ്ങനെയൊക്കെ ആക്കിയിട്ട് നമ്മൾ നമസ്കാരം, സുന്നത്ത് നമസ്കാരങ്ങൾ റമദാൻ ഈ ഷഅബാനിൽ തന്നെ നമ്മുടെ നമസ്കാരത്തെ ജമാഅത്തുകളൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ, സുന്നത്ത് നമസ്കാരം റവാത്തിബുകൾ 12 റക്അത്ത് നമസ്കരിക്കാൻ, രാത്രി തഹജ്ജുദ് നേരത്തെ എണീറ്റ് ശീലമാക്കിക്കോ. ആ റമദാനിന്റെ അത്താഴത്തിനുള്ള എണീക്കൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മളെ ആളുകൾ പലരും നേരത്തെ എണീക്കുന്നവരാണ്, തഹജ്ജുദ് നമസ്കരിക്കുന്നവരാണ്, സുബ്ഹി വരെ ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ്. അതാണ് മുഅ്മിനീൻ. അങ്ങനെയായിരിക്കണം മുഅ്മിനുകൾ. അവർക്ക് റമദാൻ വല്ലാത്ത ആവേശമാണ്, സമാധാനമാണ്, സന്തോഷമാണ്. കാരണം അവർക്ക് പുതുതായി ഒന്നും ചെയ്യണ്ട, ചെയ്യുന്നതിന് അല്ലാഹ് കൂടുതൽ കൊടുക്കും ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കേണ്ടത്. ഞാൻ പറഞ്ഞ ചുരുക്കം, നന്നാകാൻ വേണ്ടി റമദാൻ വരെ കാത്തിരിക്കണ്ട, ഹിലാല് കാണാൻ കാത്തിരിക്കണ്ട. അതിനു മുമ്പ് തന്നെ നമുക്ക് പറയാനുള്ളത് പറയാനും ചെയ്യാനുള്ളത് ചെയ്യാനും നമ്മുടെ നല്ല ശീലങ്ങൾ പകർത്താനും ഒക്കെ തയ്യാറാകണം. റമദാനിന് മുമ്പ് തന്നെ നമ്മുടെ തഖ്തീത്ത് ഉണ്ടാകണം. തഖ്തീത്ത് പ്ലാനിങ് ഉണ്ടാകണം. കച്ചവട സ്ഥാപനങ്ങൾ നേരത്തെ അടക്കാനുള്ള തീരുമാനമുണ്ടാവുക. ഇനി കുറച്ചൊക്കെ ഒഴിവാക്കി ആരാധനയിൽ മുഴുകിയിരിക്കാൻ കുറച്ചൊക്കെ കഴിവുള്ളവരാണെങ്കിൽ ഒരവസാനത്തെ 10 എഴുത്തിക്കാഫിന് വേണ്ടി നേരത്തെ അതിനുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. ഖുർആൻ ഇത്ര പാരായണം ചെയ്യണം, മനഃപ്പാഠമാക്കണം, ഇങ്ങനെയൊക്കെയുള്ള ചില രൂപങ്ങളൊക്കെ നേരത്തെ. കഴിഞ്ഞ റമദാൻ പോലെ ആകരുത് ഓരോ റമദാൻ നമ്മൾ ആഗ്രഹിക്കണം. എനിക്കിപ്പോൾ 50 55 60 65 എൻ്റെ ജീവിതത്തിൽ ഇതേവരെ ഉണ്ടാകാത്തതിനേക്കാളും ഉത്തമമായ, സുന്ദരമായ, ഒരുപാട് സമാധാനം നൽകുന്ന, പ്രതീക്ഷകൾ നൽകുന്ന, അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിയ റമദാൻ എനിക്ക് കുറി വേണമെന്ന് നമ്മൾ ഇപ്പം ആലോചിക്കണം. തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കണം. തരുന്നത് റബ്ബാണ്. ചിലപ്പോൾ നമ്മളൊക്കെ ആഗ്രഹിച്ചാലും റമദാൻ 30 ദിവസവും ഹോസ്പിറ്റലിൽ കിടക്കുന്നേക്കാം. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. നമ്മളാവാം, നമുക്ക് വേണ്ടപ്പെട്ടവരാകാം. പക്ഷെ ഇന്ന് നമ്മുടെ നിയ്യത്തുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് നമുക്ക് നൽകുന്ന വല്ലാത്തൊരു സമാധാനവും ധൈര്യവുമുണ്ട്. നിരാശരാകൂല. നമ്മളെ കൽബറിയുന്നവൻ റബ്ബാണ്. നമ്മുടെ പ്ലാനിങ് നമ്മൾ പ്ലാൻ ചെയ്തു, ഉദ്ദേശിച്ചു, നടപ്പാക്കേണ്ടതും തീരുമാനിക്കേണ്ടതും റബ്ബാണ്. അവൻ്റെ പ്ലാനിങ്ങേ നടക്കും. നമുക്ക് ആലോചിക്കാനും ആഗ്രഹിക്കാനും പറ്റുള്ളൂ. നടപ്പിലാക്കുന്നവൻ റബ്ബാണ്. അവന്റെ തഖ്തീത്ത്, അവൻ നേരത്തെ നമ്മുടെ മാതാവിന്റെ ഗർഭാശയത്തിൽ 4 മാസമായിരിക്കുമ്പോൾ തീരുമാനിച്ചതാണ് നമ്മൾ ഈ റമദാനിന് വേണോ വേണ്ടേന്ന്. ഇന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കണമെന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. റബ്ബ് തീരുമാനിച്ചിട്ടുണ്ട് എനിക്ക് നിങ്ങളെ ഏറ്റവും പരിചയപ്പെടാൻ,
ഒരവസരം റബ്ബ് ഒരുക്കിയെന്നുള്ളത്. അടുത്ത വർഷം നമ്മൾ ആരുണ്ടാവുമെന്ന് അറിയില്ല, ഈ റമദാനിൽ തന്നെ എത്തുമെന്നറിയില്ല. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന പലരും നമുക്കറിയാലോ, നമ്മൾ അറിയുന്ന പ്രിയപ്പെട്ടവർ, ആദർശ സുഹൃത്തുക്കൾ, ബന്ധുമിത്രാദികൾ, നമ്മളെ കരളിന്റെ കഷ്ണമായിരുന്നവർ, നമ്മളെത്ര സ്നേഹിച്ചിരുന്നവർ, അവരുടെ കഴിഞ്ഞ റമദാൻ അവസാനിപ്പിച്ചവർ ആരുടെ മണ്ണിലാണ്. ഒരുപക്ഷെ കഴിഞ്ഞ റമദാനിൽ അവർ തറാവി നിസ്കരിക്കുമ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇനിയൊരു തറാവീന് എനിക്ക് അവസരമില്ലെന്ന്. അപ്പൊ നമ്മളെപ്പോഴും ആ ഒരു ചിന്തയോടുകൂടി തന്നെ ആയിരിക്കണം റമദാനിലേക്ക് പ്രവേശിക്കേണ്ടത് എന്നതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞില്ലേ, റമദാനെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിച്ച ഹദീസിൽ ഇതുകൂടി ഉണ്ടായിരുന്നു, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ. നിങ്ങൾ എത്രയോ കേട്ടതാണ്. അല്ലയോ ഖൈർ ആഗ്രഹിക്കുന്നവനെ വരൂ, നിങ്ങൾക്ക് ഇവിടെ റമദാനിൽ ചാൻസ് ഉള്ളൂ. ഖൈർ ആഗ്രഹിക്കുന്നവർക്കാണ് അവസരമുള്ളത്, മുന്നോട്ട് വന്നോളി, എല്ലാ അവസരവും തരാമെന്നാണ് വിളിയാളം ഉണ്ടാവുന്നത്. നമ്മൾ കേൾക്കാത്തൊരു വിളിയാളം ഓരോ രാവിലും ഉണ്ട്. റമദാൻ വരുമ്പോൾ ഇങ്ങനെ വിളിച്ചു പറയുന്നത് നമ്മുടെ കാതുകളിൽ അത് കേൾക്കുന്നില്ലെന്ന് മാത്രം. പക്ഷെ റസൂലുള്ളാഹി വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുണ്ട്, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ വയാ ബാഗിയ ശർരി അഖ്സിർ. ഷർറാണോ ഉദ്ദേശിക്കുന്നതിനെ നിർത്തിക്കോ, നീ നിന്റെ പരിപാടി അവസാനിപ്പിക്കണോ, ഇതൊരു അവസരമല്ലേ എന്ന് വിളിയാളമുണ്ട് എന്നാണ്, നമുക്ക് വേണ്ടി പറയുന്നുണ്ട് എന്നുകൂടി ഇത്തരണത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ, പിണക്കങ്ങളൊക്കെ നിർത്തി അതൊക്കെ തീർത്ത്, പിന്നെ ഇനി റമദാന്റെ ഷോപ്പിംഗ് ഒക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ റമദാനിലേക്ക് അല്ലെ, അവസാനത്തെ 10 കൊളാക്കട. 27 കഴിഞ്ഞാൽ പിന്നെ പലർക്കും നോമ്പിന്റെ ഒരു ചിട്ടയില്ല പല നാടുകൾ. 27 കൂടി കഴിഞ്ഞാൽ പിന്നെ റമദാൻ കഴിഞ്ഞു എന്നുള്ള രൂപത്തിലൊക്കെ അങ്ങാടിയിലാണ്. മുഅ്മിനീങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം. അത് സ്ത്രീകളൊക്കെ ഒന്നിച്ച് അങ്ങാടി നടക്കുന്ന ആ പുണ്യമായ രാവുകളിൽ രാപ്പകലിൽ ഉണ്ടാകരുത്. കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ റമദാന് മുമ്പ് തന്നെ ചെയ്തു വെക്കാം. പിന്നെ അത്യാവശ്യ കാര്യം ഇതൊക്കെ നമ്മുടെ പ്ലാനിങ്ങിൽ ഉണ്ടാവണം. പറയണം, ഇക്കുറി നമുക്ക് റമദാന്റെ അവസാനത്തെ 10 അങ്ങാടി കൂടെ നടക്കാൻ പറ്റൂല, നിനക്ക് എന്തോലും വേണോ, നമുക്ക് നേരത്തെ ചെയ്യാം. ഇപ്പൊ ചില സ്ത്രീകൾ സമ്മതിക്കില്ല, കാരണം പുതിയ ട്രെൻഡും മോഡലൊക്കെ റമദാന്റെ അവസാനത്തെ 10 വരുള്ളൂ എന്നാണ്. അവിടെ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ഉണ്ടായാൽ മതി, കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയാൽ മതി. ഇൻഷാ അല്ലാഹ് എത്തോന്ന് അറിയില്ലട്ടോ, നമ്മൾ റമദാനിൽ നിന്ന് പറയപ്പോ തന്നെ കഴിയണം. ആ ചർച്ച നമ്മുടെ വീട്ടിൽ നടക്കണം. ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. അക്സറുഹു ലിൽ മൗതി ദിക്റൻ വഅഹ്സനുഹു ലിമാ ബഅദഹു ഇസ്തിഅദാദ. മരണത്തെക്കുറിച്ച് നന്നായി ഓർക്കുന്നവരും മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടി മുന്നൊരുക്കം നടത്തുന്നവരുമാണ് ബുദ്ധിമാൻ, അക്യസ്. അത് നമ്മുടെ വീട്ടിലും ഒക്കെ ചർച്ചകളിൽ ഉണ്ടാവണം. നമ്മളൊക്കെ ബുദ്ധിമാന്മാരാകണം ആ അർത്ഥത്തിൽ. മൂന്നാമത്തെ നമ്മുടെ ആ ചോദ്യത്തിന് ഉത്തരം കൂടി, അപ്പൊ ഈ പറഞ്ഞതിൽ അതൊക്കെ ഉണ്ട്, ചുരുക്കി നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. മൂന്നാമത്തെ നമ്മൾ എന്താ പറഞ്ഞത്, എങ്ങനെ നമുക്ക് റമദാനിനെ അനുകൂലമാക്കാം. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതൊന്നുമില്ലല്ലോ. ഈ ഒരു ആഗ്രഹവും ഈ ഒരു ചിന്തയുമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ലക്ഷ്യം നേടണം. റമദാനിൽ ഉണ്ടാകേണ്ടുന്ന കുറേ വിഭവങ്ങൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞില്ലേ, 8-10 കാര്യങ്ങൾ എണ്ണി പറഞ്ഞു സന്തോഷ വാർത്ത ലഭിക്കാൻ. അതൊക്കെ നമ്മുടെ ലക്ഷ്യമാകണം. തക്കാവുകളിൽ ഉൾപ്പെടുക എന്നുള്ള ലക്ഷ്യമാകണം. സ്വർഗ കവാടങ്ങളിൽ ഏതിലൂടെയും പ്രവേശിക്കാനാവുക എന്നത് ലക്ഷ്യമാകണം. ഖൈർ നിറഞ്ഞു നിൽക്കുക എന്നത് ലക്ഷ്യമാകണം. മഗ്ഫിറത്ത് കിട്ടുക എന്നത് ലക്ഷ്യമാകണം. ആകാശഭൂമികളും വിശാലമായ സ്വർഗത്തിൽ പ്രവേശിക്കാനാവുക എന്നത് ലക്ഷ്യമാകണം. റയ്യാൻ നമ്മുടെ ലക്ഷ്യമാകണം, ആഗ്രഹമാകണം. ആ ലക്ഷ്യം നേടാനുള്ള പ്രവർത്തനങ്ങളായിരിക്കണം റമദാനിൽ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ തന്നെ പറയാം, നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. കാരണം തഖ്വയുള്ളവനാണ് സ്വർഗം. ഉഇദ്ദത്തിൽ മുത്തഖീൻ. അപ്പൊ അത് ലഭിക്കാനുള്ള മാർഗമാണ് നോമ്പ്. അപ്പൊ അള്ളാഹു നമുക്ക് നൽകുന്നുവെങ്കിൽ അത് വല്ലാത്തൊരു നോമ്പ് തന്നെയാണ് ഏറ്റവും പ്രധാനം. റമദാനിലെ നോമ്പ് ഒരിക്കലും അതിൻ്റെ ഒരു ഫലം നഷ്ടപ്പെടാതെ 100% ലഭിക്കാനുള്ള ശ്രമം നമുക്കുണ്ടാകണം. 100% 100%. നമ്മുടെ നമസ്കാരത്തിന് 100% കിട്ടാൻ ശ്രമിക്കണം. റസൂലുള്ളാഹി താക്കീത് നൽകിയിട്ടുണ്ട്. പലർക്കും കിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. 10-1 പോലും കിട്ടാത്ത ആളുകളാണ് പല നമസ്കാരക്കാരും. അതുകൊണ്ട് നമ്മുടെ നമസ്കാരത്തിന് പൂർണ്ണമായ പ്രതിഫലം നമുക്ക് കിട്ടണം. നമ്മുടെ നോമ്പിന് കിട്ടണം. നോമ്പിനെ കുറിച്ച് നമ്മളിങ്ങനെ വായിക്കുമ്പോൾ 10 ബെനിഫിറ്റുകൾ പ്രത്യേകമായിട്ട് ഹദീസിലും ഖുർആനിലും പറഞ്ഞതിന്റെ ആശയം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നോമ്പ് കൊണ്ട്, പറന്നോമ്പ് കൊണ്ട് മാത്രമല്ല, സുന്നത്ത് നോമ്പ് കൊണ്ടും കിട്ടുന്നതാണ്. ഞാൻ പെട്ടെന്ന് ഓടിച്ചു പോകാം നിങ്ങളുടെ മനസ്സിലത് ഉണ്ടാകാൻ. ഒന്ന് നോമ്പ് കൊണ്ട് അള്ളാഹു പറഞ്ഞതിൽ അയലക്കും തഖ്വ കിട്ടുന്നതാണ്. സ്വർഗം കിട്ടണമെങ്കിൽ തഖ്വയുള്ളവനാകണം, എങ്കിലേ കിട്ടൂ. മറ്റൊന്ന് റസൂലുള്ളാഹി പറഞ്ഞത്, മൻ സ്വമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. കഴിഞ്ഞ പാപങ്ങൾ, അപ്പോൾ മഗ്ഫിറത്ത് കിട്ടാനാണ് നോമ്പ്. പിന്നെ ഇത്ഖു മിനൻ നാർ, നരകമോചനം. റസൂലുള്ളാഹി പറഞ്ഞു, മൻ സ്വമ യൗമൻ ഫീ സബീലില്ലാ സഹ്സഹ അനിൻ നാർ. ആരെങ്കിലും ഒരു ദിവസം അള്ളാന്റെ മാർഗത്തിൽ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നോമ്പ് നോറ്റാൽ
നരകത്തിൽ നിന്ന് അനിന്നാർ, നരകത്തിൽ നിന്ന് അവന്റെ മുഖത്തെ അള്ളാഹു അകറ്റിക്കളയും. ബിദാലിക യൗമ സബഈന ഖരീഫ, 70 ശരൽക്കാലം അല്ലെങ്കിൽ 70 വർഷത്തെ വഴിദൂരം. മറ്റൊന്ന് പറഞ്ഞു ബഅദല്ലാ, അള്ളാഹു അകറ്റിക്കളയുന്നതാണ്. മാത്രവുമല്ല റസൂലുള്ളാഹി പറഞ്ഞു ഇൻദ കുല്ലി ഫിത്രിൻ ഉതഖ, ഓരോ നോമ്പ് തുറക്കുന്ന അവസരത്തിലും അള്ളാഹു പ്രത്യേകം ആളുകളെ നരകമോചനം ചെയ്യുമെന്നാണ്. ഓരോ രാത്രിയിലുണ്ട് എന്ന് പറഞ്ഞതിന് മുമ്പ് എന്തും പറഞ്ഞു, ഓരോ നോമ്പ് തുറക്കുന്ന വേളയിലും അള്ളാഹു കുറെ ആൾക്കാരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. അസ്സിയാമു ജുന്നത്തുൻ യസ്തജിന്നു ബിഹൽ അബ്ദ് മിനന്നാർ എന്ന് മറ്റൊരു ഹദീസ്. നോമ്പെന്ന് പറഞ്ഞാൽ അത് പരിചയാണ്, നരകത്തിൽ നിന്ന് തടുക്കുന്ന പരിച. അപ്പൊ നരകമോചനത്തിന് അപ്പൊ എന്തൊക്കെ പറഞ്ഞു? തഖ്വ ഉണ്ടാകാൻ, മഗ്ഫിറത്ത് ലഭിക്കാൻ, നരകമോചനത്തിന്. ഇതൊക്കെ നോമ്പിന്റെ മാത്രം ഫവായിദുകളാണ്, ബെനിഫിറ്റുകളാണ്. 4ാമത് ദുഖൂലുൽ ജന്ന, സ്വർഗപ്രവേശനത്തിന്. റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ലേ, ഇന്ന ഫിൽ ജന്നത്തി ബാബ്, സ്വർഗത്തിലൊരു ബാബുണ്ട്. ഇന്ന ഫിൽ ജന്നത്തി ബാബൻ യുഖാലു ലഹു അർ-റയ്യാൻ, സ്വർഗത്തിലൊരു ബാബുണ്ട്, റയ്യാൻ എന്നാണ് പേര്. നമുക്കറിയാം 8 വാതികളിൽ ഒന്നിന്റെ പേര് റയ്യാനാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്ന ആശയം എന്താണ്? അതിൽ നോമ്പുകാർ മാത്രമാണ് പ്രവേശിക്കുക നാളെ പരലോകത്ത്, മറ്റൊരാളും അതിലൂടെ പ്രവേശിക്കൂല. വേറെ ഹദീസിൽ കാണാം, ആ വാതിൽ നിന്ന് വിളിയാളം വരും, അയ്ന സ്വാഇമൂൻ, എവിടെ നോമ്പുകാർ, എവിടെ നോമ്പുകാർ, ശഅബാനിന്റെ നോമ്പ് അതിൽ കൊടുട്ടോ, എവിടെ നോമ്പുകാർ. എന്നിട്ട് നോമ്പുകാർ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് അടക്കും എന്നതാണ്. നോമ്പുകാരെ ആ ബാബിൽ നിന്ന് വിളിക്കുമെന്ന് വേറെ ഹദീസിലുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം, മൻ ഖതമ ലഹു ബിസിയാമിൻ ദഖലൽ ജന്ന, ആരെങ്കിലും നോമ്പ് നോറ്റവനായിക്കൊണ്ടാണ് മരിക്കുന്നതെങ്കിൽ അവന് സ്വർഗമുണ്ട്. നോമ്പ് നോറ്റവനായിട്ടാണ് ആ ദിവസം മരിക്കുന്നതെങ്കിൽ സുബ്ഹാനല്ലാഹ്. ഒരു തിങ്കളാഴ്ച നോമ്പായിരുന്നു, നോമ്പ് തുറന്ന ഉടനെ കുഴഞ്ഞു വീണു. സുബ്ഹാനല്ലാഹ്, മനുഷ്യന്റെ ഭാഗ്യം എത്രയാണ്, എത്ര ഭാഗ്യമാണ് മുഅ്മിനാണെങ്കിൽ. അപ്പൊ സ്വർഗപ്രവേശനം 4ആയി. 5ാമത്തത് നോമ്പിനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത് അസ്വിയാമു ലീ വഅന അജ്സി ബിഹി, നോമ്പ് എനിക്കാണ്, ഞാനാണ് കൊടുക്കുക. അള്ളാഹു അതുപോലെ ഇത് പറഞ്ഞതുപോലെ വേറെ വിഭാഗത്തിനും പറഞ്ഞിടാം, കണക്കില്ലാതെ അള്ളാഹു തരുന്ന പ്രതിഫലം തരുന്നു എന്നത് 5ാമത്ത്. 6ാമത്തെ ബെനിഫിറ്റ് എന്താ അറിയോ? ദഅവത്തുൽ മുസ്തജാബ, എന്താ, ഉത്തരം കിട്ടുന്ന സമയം പലതുമുണ്ട്. അല്ല, അഞ്ചാമത്തത് പറഞ്ഞില്ല, 5ാമത്തെ പറഞ്ഞു അജുറൻ ആദ്യം. 6ാമത്തത് മുസ്തജാബ്, ഉത്തരം കിട്ടുന്ന ഒരുപാട് സമയമുണ്ട് നോമ്പുകാരൻ. ഒന്നെന്താണ്? നോമ്പ് തുറക്കുന്ന സമയം. പെട്ടെന്ന് പറയാം കേട്ടോ, ലിസ്വായിമിന്റെ ഫിത്രിഹി ദഅവത്തുൽ ലാ തുറദ്, മടക്കപ്പെടാത്ത പ്രാർത്ഥനയുടെ സമയമാണ് നോമ്പ് തുറക്കുന്ന സമയം. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണേ, നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് വിശാലമായി നമ്മൾ നോമ്പ് ഉണ്ടാവും. ഇവിടെ നോമ്പ് തുറക്കുന്ന സമയത്തുള്ള വല്ലാത്തൊരു പ്രാർത്ഥനയുണ്ട്, മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണേ. കബൂൽ ചെയ്യാൻ റഹ്മാനെ എന്ന് പറയണം. പലരും നോമ്പ് തുറക്കുന്ന ആവേശത്തിൽ പല സുന്നത്തുകളും മറക്കും, ഈ ഒരു പ്രാർത്ഥന പോലും മറക്കും. പ്രാർത്ഥന മാത്രമല്ല, തഖബ്ബൽ റബ്ബനാ തഖബ്ബൽ മിന്നാ എന്ന് മനസ്സ് തുടങ്ങി പറയണം. റബ്ബെ സ്വീകരിക്കണം, റബ്ബെ കുറവ് വല്ലതും ഉണ്ടെങ്കിൽ അള്ളാഹ് പുറത്തിരണേന്ന് ആ നേരത്തെ നമ്മൾ പറയാം. പിന്നെ നോമ്പുകാരനായിരിക്കെ ഫുൾ നോമ്പ് തുറക്കുന്നത് വരെയും നോമ്പുകാരന് ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയുടെ സമയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അള്ളാഹിന്റെ അടുത്ത് ഏറ്റവും അഫ്ളലായ അമലാണ് നോമ്പ്. 7ാമത്തെ ബെനിഫിറ്റ്. കാരണം അബൂ ഉമാമ റളിയല്ലാഹു അൻഹു വന്ന് റസൂലിനോട് പറയുന്നു, മുർനി ബി അമൽ, റസൂലേ എനിക്കൊരു കാര്യം എന്നോട് കൽപ്പിക്കണം. മറ്റൊരു ഹദീസിൽ മുർനി ബി അംറിൻ യൻഫഉനില്ല, എനിക്ക് അള്ളാഹിന്റെ അടുത്ത് പ്രയോജനം ലഭിക്കുന്ന ഒരു കാര്യം എന്നോട് പറയണം. മറ്റൊരു ഹദീസ് യദ്ഖുൽനിൽ ജന്ന, സ്വർഗ്ഗപ്രവേശനം കിട്ടുന്ന കാര്യം. റസൂൽ മറുപടി പറഞ്ഞത് നിങ്ങൾക്ക് അറിയാം, എന്താ? അലൈക ബിസ്സൗം ഫലഅഇദ് ലഹു, നീ നോമ്പ് നോറ്റോ, അതിനൊപ്പം എത്താൻ ഒന്നുമില്ല. അപ്പൊ അത്രമാത്രം അഫ്ളലായ ഇബാദത്തായിട്ട് ഇത് കണ്ടിട്ടുണ്ട്. 8ാമത്തെ കാര്യം ഒന്ന് പറയാം, എന്താ അറിയോ? നോമ്പിന്റെ പ്രതിഫലം മരണവേളയിൽ മാത്രമല്ല ഖബറിൽ പ്രത്യേകമായിട്ട് പരിഗണിക്കുമെന്ന് ഹദീസുകളിൽ കാണാം. ഇന്നൽ മയ്യിത ഇദാ ഉദിയ ഫീ ഖബരിഹി, ഒരു മയ്യിത്ത് ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ ഫഇൻകാന മുഅ്മിനൻ മുഅ്മിനാനി കാന സ്വലാത്തു ഇൻദ റഅസിഹി, അവൻ നമസ്കരിച്ച നമസ്കാരം ഫർളും സുന്നത്തും അവന്റെ തലഭാഗത്ത് വരും. അതേപോലെ റസൂലുള്ളാഹി പറയുന്നു, വകാന സിയാമു അൻ യമീനിഹി, അവൻ അനുഷ്ഠിച്ച നോമ്പുകൾ അവന്റെ വലതു ഭാഗത്തുണ്ട്, അവൻ കൊടുത്ത സക്കാത്ത് അവന്റെ ഇടതു ഭാഗത്തുണ്ട്, മറ്റ് സൽക്കർമ്മങ്ങൾ അവന്റെ കാലിന്റെ ഭാഗത്തുമുണ്ട്. അങ്ങനെ നോമ്പ് സംസാരിക്കും ഖബറിൽ വെച്ച്, നമസ്കാരം സംസാരിക്കും. വിശ്വസിക്കാൻ പറ്റുമോ? നോമ്പ് പറയുമെന്നാണ്, മാ ഖിബലി മദ്ഖൽ, മാ ഖിബലി മദ്ഖൽ, എന്റെ ഭാഗത്ത് കൂടെ ശിക്ഷയ്ക്ക് ഞാൻ സമ്മതിക്കൂല, കാരണം ഇവൻ നോമ്പ് നോറ്റവനാ. എന്താണ് ആ കിടത്തത്തിന്റെ സുഖം? അതുകൊണ്ട് തന്നെയാണ് ഖബറിൽ കിടക്കുന്ന ചില വിശ്വാസികൾ മലക്കുകളോട് പറയുമെന്നാണ് ഹദീസ്, ഞാനൊന്ന് എന്റെ കുടുംബത്തിൽ പോയി അവരോട് ഈ സുഖത്തെ കുറിച്ചൊന്ന് പറയട്ടെ, അനുവാദം തരുമോന്നാ ചോദിക്കുന്ന. നീ ഉറങ്ങിക്കോ, നം കനൗമത്തിൽ അറൂസ്, പുതുമണവാളൻ സമാധാനത്തിൽ ഉറങ്ങുന്ന പോലെ ഉറങ്ങിക്കോ, നിന്നെ വിളിച്ചുണർത്താൻ നീ ഇഷ്ടപ്പെടുന്നവർ വരുന്നത് വരെ നീ ഉറങ്ങിക്കോ എന്ന് പറയും. നോമ്പിന്റെ ഗുണം ഖബറിലും അറിയും. പിന്നെ റയ്യാനിലൂടെ പരലോകത്തിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ.
9-ാമത്തെ ഒരു കാര്യം ഷഫാഅത്ത്. പറഞ്ഞല്ലോ, നോമ്പ് നമുക്ക് വേണ്ടി എന്ത് ചെയ്യും? നോമ്പുകാരന് വേണ്ടി അല്ലാഹുമ്മ ശഫ്ഇനി, അല്ലാഹുമ്മ ശഫ്ഇനി, അല്ലാഹു എൻ്റെ ശുപാർശ നീ സ്വീകരിക്കണേ എന്ന് പറയുമെന്നാണ്. 10-ാമത്തെ ഒരു കാര്യം, ഇസ്ലാം പഠിപ്പിക്കുന്ന മൂന്ന് സ്വബറുകളും ഒന്നിച്ചു വരുന്ന ആരാധനയാണ് നോമ്പ്. ക്ഷമ വരുന്നത് എന്താ? ഒന്ന്, അള്ളാഹിനെ അനുസരിക്കുന്നതിൽ ക്ഷമ വേണം. അള്ളാഹു വിലക്കിയതിൽ നിന്ന് മാറി നിൽക്കുന്നതിൽ ക്ഷമ വേണം. അള്ളാഹുവിൻ്റെ വിധിയിൽ ക്ഷമ വേണം. ഇത് മൂന്നും റമദാനിൽ വരും, നോമ്പിൽ വരും. അള്ളാഹു നമുക്ക് അനുവദിച്ച ഒരു കർമ്മമാണ് നോമ്പ്, ഹലാലായ നോമ്പ്. അത് പൂർണ്ണമായി നിർവഹിക്കണമെങ്കിൽ നല്ല ക്ഷമയുള്ളവനെ സാധിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ സംസാരം വരും, ചില നോട്ടത്തിലൂടെയും സംസാരത്തിലൂടെയും അതിൻ്റെ ഇത് നഷ്ടപ്പെടും. അതേപോലെ തന്നെ പാടില്ലാത്ത ചില കാര്യങ്ങളിൽ നിന്ന് തടയുന്നതാണ് നോമ്പില്ലേ, അത് തടയുമ്പോഴും അവിടെയും അതിനോട് ക്ഷമയുള്ളവനാണ്, മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തുക, അതാണ് ക്ഷമ. അതേപോലെ തന്നെ വിശപ്പും ദാഹവും ക്ഷീണവും അത് വല്ലാത്തൊരു പ്രയാസമാണ്. ആ പ്രയാസത്തിലും അവൻ ക്ഷമിക്കുന്നവനാകുന്നു. ആ 3 സുബ്ര. അപ്പം 10 ബെനിഫിറ്റുകളാണ് നോമ്പിനെ കുറിച്ച് മാത്രം ഞാൻ പറഞ്ഞു. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ നോമ്പ് കുറ്റമറ്റതാകണം. ഞാൻ അതിൻ്റെ വിധിവിലക്കുകളൊന്നും പറയേണ്ടതില്ല. ഇനിയിപ്പോൾ അടുത്ത ഖുത്ബി അതായിരിക്കും. നിയ്യത്ത് വേണം, ഇംസാക്ക് വേണം. ഇംസാക്ക് നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കണം. കൃത്യമായി ചിട്ടയോടും ശ്രദ്ധയോടുകൂടി നോമ്പ് അനുഷ്ഠിക്കണം. അനാവശ്യമായ വാക്കും പ്രവൃത്തികളും ഒഴിവാക്കാത്തവൻ അല്ലാഹുവിന് ആവശ്യമില്ല അവൻ്റെ നോമ്പ്. അവൻ പട്ടിണി കിടക്കേണ്ടതില്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞ് നമുക്ക് അറിയാം. സംസാരം നിയന്ത്രിക്കണം, കണ്ണിനെ നിയന്ത്രിക്കണം, നാവിനെ നിയന്ത്രിക്കണം, കാതിനെ നിയന്ത്രിക്കണം. അത് മുൻഗാമികൾ അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. നോമ്പ് ആമാശയത്തിന് മാത്രമാകരുത്. കണ്ണിനുണ്ട് നോമ്പ്, കാതിനുണ്ട് നോമ്പ്, നാവിനുണ്ട് നോമ്പ് എന്ന് അവർ പറഞ്ഞു വെച്ചത് കൊണ്ടാണ്. ചില ആളുകൾക്ക് ആമാശയത്തിന് മാത്രമേ നോക്കുള്ളൂ. കാഴ്ചക്ക് ഒരു കുറവില്ല. എന്ത് വൃത്തികേടുകളും കാണുന്ന ആളുകളുണ്ട്. എന്തും സംസാരിക്കുന്നവർ, എന്തും ചെയ്യുന്നവർ. ചില ട്രെയിൻ യാത്രകളിലൊക്കെ നോമ്പ് വിൽക്കുന്ന നമ്മുടെ സത്യവിശ്വാസിനികളും സത്യവിശ്വാസികളുടെയും പെരുമാറ്റം കാണുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും. ഒക്കെ നോമ്പുണ്ടാവും. നോമ്പെറുക്കണ കാണുമ്പോഴാണ് ഇവർക്കൊക്കെ നോമ്പുണ്ടായിരുന്നു. അതുവരെ അവിടെ ചെയ്തിരുന്നൊന്നും അവിടെ പ്രശ്നമല്ല. ആ രൂപത്തിലേക്ക് ആകരുത് പ്രിയമുള്ളവർ. അതുകൊണ്ട് മാറ്റമുണ്ടാകണം, പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. ആ നാളുകളിൽ പ്രത്യേകം ഉണ്ടാകണം. ഫർള് നോമ്പിനോടൊപ്പം തന്നെ നമ്മൾ റമദാൻ മാസത്തിലെ ഫർള് നോമ്പ് കഴിഞ്ഞാൽ സുന്നത്ത് നോമ്പുകൾ തുടർച്ചയുണ്ടാകണം. അന്നത്തെ ജമാഅത്ത് നോമ്പിന്റെ കാലത്ത് റമദാനിലെ ഒരു ജമാഅത്തും നമ്മൾ തീരുമാനമുണ്ട് നഷ്ടപ്പെടുത്താൻ നമ്മൾ ഒരിക്കലും ശ്രമിക്കരുത്. അതേപോലെ സുന്നത്തായ നമസ്കാരങ്ങൾ 12 റക്അത്ത് റവാത്തിബ് സുന്നത്തുകൾക്ക് ഒരു വീഴ്ചയും വരാതിരിക്കാൻ റമദാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിൽ ഒരു വീടുണ്ട് എന്നാണ്. 12 റക്അത്ത് ഫർള് നമസ്കാരത്തോടൊപ്പം. നിങ്ങൾക്കറിയാലോ, ളുഹറിന് മുമ്പ് 4, ശേഷം 2. അതേപോലെ തന്നെ മഗ്‌രിബിന് ശേഷം 2, ഇശാന് ശേഷം 2, സുബഹിക്ക് മുമ്പ് 2, മഗ്‌രിബിന് ശേഷം ഇശാന് ശേഷം സുബഹി, അങ്ങനെ 12 റക്അത്ത്. എന്നാൽ അതോടൊപ്പം തന്നെ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ റമദാനിൽ നമ്മുടെ പള്ളിയിലൊക്കെ ഇരിക്കുമ്പോൾ പല ആൾക്കാരും ളുഹറിന് മുമ്പ് 4 നിസ്കരിക്കൂല. 2 റക്അത്ത് കഴിഞ്ഞാൽ സമയം ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കും. 4 നമസ്കരിക്കണം പ്രിയമുള്ളവരെ. ളുഹർ കഴിഞ്ഞതിന് ശേഷം 2 പ്രത്യേക സുന്നത്തുള്ളൂ. എങ്കിൽ 4 നമസ്കരിക്കാൻ പറ്റുമോ? റസൂലുള്ളാഹി പറഞ്ഞു, ആരെങ്കിലും അത് കാത്തു സൂക്ഷിച്ചാൽ ബഅദല്ലാഹു വജ്ഹഹു അനിന്നാർ, നരകത്തിൽ നിന്ന് അവന്റെ മുഖത്തെ അള്ളാഹു അകറ്റിക്കഴിയുന്നതാണ്. 4 റക്അത്ത് ളുഹറിന്റെ മുമ്പും ശേഷവും പതിവാക്കിയ. അസറിന് മുമ്പ് നിസ്കാരം പലർക്കും പതിവില്ല. ചിലർ 2 റക്അത്ത് കഴിഞ്ഞ് സമയം ഉണ്ടെങ്കിൽ ഇരിക്കും. റസൂലുള്ളാഹി പറഞ്ഞു, പ്രാർത്ഥിച്ചു, റഹിമല്ലാഹു ഇംറഅൻ, അള്ളാഹു കരുണ ചെയ്യട്ടെ. ആർക്കെന്നറിയോ? റഹിമല്ലാഹ്, അള്ളാഹു കരുണ ചെയ്യട്ടെ. ഇംറഅൻ സ്വല്ലാ ഖബ്ലൽ അസ്രി 4, അസറിന് മുമ്പ് 4 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നവൻ അള്ളാഹ് കരുണ ചെയ്യട്ടെ എന്ന് മുത്തുനബിയുടെ പ്രാർത്ഥന ഉണ്ട്. സമയം ഉണ്ടായിട്ടും ചെയ്യാത്ത ആളുകളുണ്ടാവും. പള്ളിയിൽ ജോലിയുള്ളവർ പോലും ശ്രദ്ധിക്കാതിരിക്കുന്നവരുണ്ട്. വന്നിരുന്ന് 10-20 മിനിറ്റും പള്ളിയിൽ ഇരിക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ പ്രാർത്ഥനയുടെ സമയങ്ങൾ, ബാങ്കുനും ഇഖാമത്തിനും വേണ്ടിയുള്ള സമയമില്ല. തുറച്ച് അള്ളാഹു മടക്കപ്പെടാത്ത പ്രാർത്ഥനയുടെ സമയമാണ് ഏത് ദിവസവും ബാങ്കിനും ഇഖാമത്തിനും വേണ്ടിയുള്ള സമയം. ആളുകൾ വെറുതെ സംസാരിച്ചിരിക്കും ചിലപ്പോൾ. നമ്മൾ ശ്രദ്ധിക്കണേ. നോമ്പ് തുറക്കുന്നതിന്റെ മുമ്പുള്ള സമയം, അത്താഴത്തിന്റെ സമയം പ്രാർത്ഥനയ്ക്ക് കൂടിയുള്ളതാണ്, ഇസ്തിഗ്ഫാറിനുള്ളതാണ്. റഹ്മാനായ റബ്ബേ പൊറുത്തു തരണേ എന്ന് മനസ്സുരുകി പറയേണ്ട സമയമാണ്. വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ ആയത്താണ്. മുഅ്മിനീങ്ങളുടെ സ്വർഗ്ഗം കിട്ടുന്ന വിശ്വാസികളുടെ സ്വഭാവം. അത്താഴത്തിന് എണീക്കുന്നവർ, അത്താഴം കഴിക്കുന്നവർ ഒരു വട്ടം പോലും അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നില്ല പലരും. ഒരു ദിവസം 100 പ്രാവശ്യമെങ്കിലും പറഞ്ഞിരുന്നു അല്ലാഹുവിന്റെ റസൂൽ. നമ്മൾ അസ്തഗ്ഫിറുല്ലാഹയുടെ കൂടുതൽ പറയേണ്ട സമയം അള്ളാഹു നമ്മോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആ സമയമാണ്, ഏറ്റവും അഖറബായ സമയമാണെന്നാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും തരാൻ റബ്ബ് തയ്യാറാണ്. പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന സമയമാണ്. റമദാനിൽ എന്തായാലും നമ്മൾ എണീക്കുമല്ലോ, ബാക്കിയുള്ള ദിവസങ്ങൾ എണീക്കാത്തവരും. അതുകൊണ്ട് അക്കാര്യത്തിൽ കൂടി ശ്രദ്ധയുണ്ടാവണം. രാത്രി നമസ്കാരം ഇമാമിന്റെ കൂടെ തന്നെ റമദാനിൽ മാത്രം പ്രത്യേകതയുള്ളതാണ്. നമ്മൾ തറാവീഹ് എന്ന് പറയുന്നത്. ആരെങ്കിലും ഇമാമിനോടൊപ്പം രാത്രി നമസ്കാരം നിർവഹിച്ചു, ഇമാം സലാം വീട്ടുന്നത് വരെ മുഴുവനായി നമസ്കരിച്ചാൽ അവന് ഹസിബ ലഹു ഖിയാമ ലൈല, ആ രാത്രി മുഴുവൻ നമസ്കരിച്ച പ്രതിഫലം
അള്ള കൊടുക്കുന്ന. പല ആളുകളും പകുതി നിസ്കരിച്ചിട്ട് പോകലുണ്ട്. അത് വേണ്ട. ഏറ്റവും സുന്നത്ത് എന്താണ്? മുഴുവൻ ഇമാമിനോടൊപ്പം നമസ്കരിക്കുക. പിന്നെ രാത്രി നിസ്കരിച്ച് നിങ്ങൾക്ക് ഒന്നുകൊടുത്തിട്ട് വേണമെങ്കിൽ 2 റക്അത്തോ 4 റക്അത്തോ നിസ്കരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. വിത്രാക്കി ഇമാമിനോടൊപ്പം പൂർണ്ണമായി നമസ്കരിക്കാം. രാത്രി എണീക്കുമ്പോൾ ഒന്നുവിൻ്റെ സുന്നത്ത് നമസ്കരിക്കാം. നമുക്ക് 2 റക്അത്ത് ഇരുന്ന് പ്രാർത്ഥിക്കുന്നതൊന്നും കുഴപ്പമൊന്നുമില്ല. ഒക്കെ പണ്ഡിതന്മാർ, നമ്മളെ അഭിപ്രായം പണ്ഡിതന്മാർ അക്കാരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിൽ പകുതി നിർത്തി പോകാതിരിക്കാൻ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഖുർആൻ കൂടുതൽ പാരായണം ചെയ്യണം. ഖുർആൻ പഠിക്കണം. മനഃപ്പാഠമാക്കിയതൊന്നുകൂടി ആവർത്തിച്ച് പഠിക്കാൻ ഏറ്റവും കൂടുതൽ ഒന്നുകൂടി പ്രത്യേക ജവാദ് റസൂലുള്ള ജവാദായിരുന്നു. കന അജ്വദുന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ധർമ്മിഷ്ഠനായിരുന്നു റസൂലുള്ള. റസൂലുള്ള ഏറ്റവും കൂടുതൽ ധർമ്മം ചെയ്തിരുന്നത് റമദാനിലായിരുന്നു. എല്ലാ കാലത്തും കൊടുത്തിരുന്നു. ഉള്ളൊക്കെ കൊടുക്കുകയായിരുന്നു. അല്ല, എല്ലൊക്കെ കൊടുക്കുകയാണ്, കൊടുക്കാതിരുന്നിട്ടില്ല. നിസ്കാരത്തിന് ഒരു ദിവസം ഒരു അസർ നിസ്കാരം കഴിഞ്ഞവിടെ റസൂല പെട്ടെന്ന് ഓടിപ്പോയതുകൊണ്ട് സാപത്തി വെച്ച്, എൻ്റെ റസൂലെ സദക്കയിലെ എത്രയോ ഒരു ചെറിയത് ബാക്കി ഉണ്ടായിരുന്നു കൊടുക്കാൻ, അതുകൂടി ഏൽപ്പിച്ചിട്ട് പോകുന്നു. ഇപ്പം സമാധാനമായി എന്നാണ്. ഇപ്പം സമാധാനമായി. കൊടുക്കാനുള്ള എല്ലാ വീട്ടിൽ കാതെ അന്വേഷിക്കും ആരെങ്കിലും വന്നാൽ. പിന്നെ സഹാബത്തിനോട് ചോദിക്കും, റസൂലിൻ്റെ അതിഥിയാണോ വല്ലതും ഉണ്ടോ? ഇല്ലാത്തവരായിരുന്നു മിക്ക ആളുകളും. എന്നിട്ട് സൽക്കരിച്ചു, കൊടുത്തു. റിയഹുൽ മുർസലയായിരുന്നു എന്നാണ്. തഴുകി തെന്നലായി എല്ലാവരെയും തഴുകിയെത്തുന്ന ഒരു തൈത്തന്നലായിരുന്നു റസൂലുള്ള. നമ്മുടെ പള്ളിയിലേക്ക് വരും പല ആളുകളും, നമ്മളെ കാണും. പ്രിയമുള്ളവരെ, നാശമെന്ന് പറയരുതേ, ശപിക്കരുതേ. നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ പലതും നടക്കുന്നത് നമ്മളെ പലരുടെയും കൊടുക്കുന്ന ചില കാശുകൾ. നമുക്ക് നാളെ പരലോകത്ത് അതാണുള്ളത്. നല്ല നമുക്ക് പരലോകത്ത് തണൽ ലഭിക്കാൻ, അവൻ ആ നെല്ലിലായിരിക്കുന്നതാണ്. റബ്ബിന്റെ ഇഷ്ടം കിട്ടാൻ, റബ്ബിന്റെ കോപമടങ്ങാൻ മലക്കുകൾ അള്ളാഹു ഈ കൊടുത്ത ആൾക്ക് നീ പകരം കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ട്. ഒരു 100 രൂപ ആ ബക്കറ്റിൽ ഇട്ട് കൊടുത്താൽ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മളറിയാതെ. അതുകൊണ്ട് കൊടുക്കാൻ മടിക്കരുത്. റമദാൻ അതിന്റെ മാസമായിരിക്കണം. നന്നായിട്ട് നമുക്ക് ധർമ്മം ചെയ്യുക. അടുത്ത റമദാനിൽ നമുക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. ഒരുപക്ഷെ ഖബറിൽ കിടക്കുമ്പോഴായിരിക്കും ഞാൻ ആ റമദാനിൽ നീട്ടിവെച്ചല്ലോ എന്ന് ചിന്തിക്കുക. സക്കാത്തിന്റെ കാര്യം മാത്രമല്ല, ദാനധർമ്മങ്ങളുടെ കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. മുൻഗാമികൾ പറയാറുണ്ട്, പിന്നെ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. പിന്നെ ഒരാളെ പിന്നെ അബ്ദുല്ലാഹിബിൻ മുഹമ്മദ് തൈമി എന്ന് പറയുന്ന ഒരു മഹാനായ ഒരു പണ്ഡിതനുണ്ട്. അദ്ദേഹത്തിന്റെ ഷെയ്ഖ് പറഞ്ഞതായിട്ട് അദ്ദേഹം പറയാണ്, അദ്ദേഹം മരണത്തിന്റെ വേളയിൽ തീരെ അവശനായി കിടക്കുമ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം റമദാൻ മാസമാണ്. അദ്ദേഹം പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെ കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ, എത്രയോ മുഅ്മിനീങ്ങൾ അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്ത് നോമ്പ് അനുഷ്ഠിക്കുന്നവരാണ്, എനിക്കതിന് കഴിയുന്നില്ലല്ലോ, ഞാൻ അവശനായിപ്പോയല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം കരയുകയാണ്. വയുസല്ലിൽ മുസല്ലൂന വലസ്തുഫീഹിം, രാത്രിയിൽ ഒരുപാട് നേരം നമസ്കരിക്കുന്ന മുഅ്മിനീങ്ങൾ ഇവിടെ നാട്ടിലുണ്ടാകുമ്പോൾ എനിക്കിപ്പോൾ അതിന് കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കരയുകയാണ്. വയദ്കുറുഹു ദാക്കിറൂന വലസ്തുഫീഹിം, അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടും അതിൻ്റെ മജ്ലിസുകളിലും പോയിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, ഞാൻ അവരിൽ പെട്ടില്ലല്ലോ, പിഴ എനിക്ക് സാധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് റഹ്മാനായ റബ്ബ് അവസരം നൽകുമ്പോൾ അത് നമ്മളെ പരീക്ഷിക്കുക കൂടിയാണ്. നമുക്ക് ആയുസ് നൽകുന്നുണ്ടെങ്കിൽ അത് പരീക്ഷണമാണ്. ആരോഗ്യം നൽകുന്നുണ്ടെങ്കിൽ പരീക്ഷണമാണ്. സമ്പത്ത് നൽകുന്നുണ്ടെങ്കിൽ പരീക്ഷണമാണ്. അറിവ് നൽകുന്നുണ്ടെങ്കിൽ പരീക്ഷണമാണ്. അറിവ് കേൾക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പരീക്ഷണമാണ്. നമ്മളെങ്ങനെ അതിനെ പരിഗണിച്ചു, റബ്ബിന്റെ വാക്കുകളെ പരിഗണിച്ചോ എന്ന ചോദ്യമാണ്. അതുകൊണ്ട് റമദാനിനെ ഉപയോഗപ്പെടുത്തണം. അത് നന്നായി നമ്മൾ ചെയ്യണം. ഇതൊരു പക്ഷേ എൻ്റെ അവസാനത്തെ റമദാനായിരിക്കുമെന്ന ഓർമ്മയും ചിന്തയും നമുക്കുണ്ടാകണം. നമസ്കാരത്തിൽ ചിന്തിക്കേണ്ടതുപോലെ നമസ്കാരത്തിൽ ഖുശൂ ഉണ്ടാകാൻ ഏറ്റവും മാർഗം എന്താ? ഇതെൻ്റെ അവസാനത്തെ നമസ്കാരമാണ്, സലാത്ത് മുഅദ്ദി. അതുപോലെ തന്നെയാണ് റമദാനിനെ കുറിച്ചും നോമ്പിനെ കുറിച്ചും നമ്മൾ ആലോചിക്കേണ്ടത്. അങ്ങനെ ഈ മാസത്തിൽ തന്നെ ക്ലീനാക്കി കുളിച്ച് വൃത്തിയായി റമദാനാകുന്ന സുഗന്ധം നന്നായി പുരട്ടിക്കൊണ്ടായിരിക്കണം റമദാനിനോട് വിട പറയാൻ നമുക്ക് സാധിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് റഹ്മാനായ റബ്ബ് നൽകിയ നമ്മുടെ ഈ അവസരവും ഈ ജീവിതവും നന്നായി ഉപയോഗപ്പെടുത്താൻ നമുക്കാകും. ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ കുറിച്ച് വെച്ച ചില കാര്യങ്ങൾ ഈ 3 പോയിന്റിൽ നിന്നുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. എന്തുകൊണ്ട് നമ്മൾ സന്തോഷിക്കുന്നു, എന്തുകൊണ്ട് റമദാനെ സ്വാഗതം ചെയ്യുന്നു, 8-10 കാരണങ്ങൾ നമ്മളത് പറഞ്ഞു. എങ്ങനെ റമദാനിലേക്ക് പ്രവേശിക്കണം, എന്തായിരിക്കണം മനോഭാവം, ഞാൻ സൂചിപ്പിച്ചു. റമദാനിലെത്താൻ തൗഫീഖ് കിട്ടിയാൽ എങ്ങനെ നാം നാളുകളെ ഉപയോഗപ്പെടുത്തണം എന്നതും വളരെ ചുരുങ്ങിയ രൂപത്തിൽ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിൽ, ഏറ്റവും മുന്തിയ രൂപത്തിൽ, ഏറ്റവും നല്ലതായ രൂപത്തിൽ, നമ്മുടെ ആയുസ്സിലെ ഏറ്റവും പെർഫെക്ഷനോടുകൂടി റമദാനിനെ ഉപയോഗപ്പെടുത്തുന്നവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏത് സമയത്ത് മലക്കുൽ മൗത്തിനെ അള്ളാഹു നിയോഗിക്കുമെങ്കിലും അവൻ്റെ തീരുമാനമാണ് ഈമാനോടുകൂടി റാഹത്തോടുകൂടി ശുഭ്രവസ്ത്രധാരികളായ അനേകം മലക്കുകളെ കണ്ടുകൊണ്ട് ഞങ്ങളുണ്ട് കൂടെ നഹ്നു ഔലിയാഉക്കും, ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്ന് പറയുന്നത് അത് മറ്റാരും കേൾക്കുന്നില്ലെങ്കിലും
നമ്മുടെ കാതുകൾക്ക് തുറവി കിട്ടുന്ന മറ്റു കൂടെയുള്ളവർക്കൊന്നും കാണാത്ത സമയത്തോ നമ്മുടെ കണ്ണുകൾക്ക് പുതിയൊരു വെളിച്ചം നൽകുന്ന, നമ്മുടെ കണ്ണുകൾക്ക് പുതിയ കാഴ്ച നൽകുന്ന സമയമാണല്ലോ മരണവേള. ആ മരണവേളയിൽ ആരും കാണാത്തവരെ സന്തോഷത്തോടുകൂടി കാണാൻ, ചുറ്റും നിൽക്കുന്നവരൊന്നും കേൾക്കാത്ത സന്തോഷ വാർത്തകൾ കേട്ടുകൊണ്ട് അവസാന ശ്വാസം വലിക്കാൻ നമുക്ക് സാധിക്കണം. അതിൽ റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഖബർ ജീവിതം ഈ പറഞ്ഞതുപോലെ എല്ലാ സൽക്കർമ്മങ്ങളുടെയും ഗുണം ഖബർ ജീവിതത്തിൽ ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നാളെ ഖബറിൽ നിന്ന് എണീറ്റ് വരുമ്പോൾ സന്തോഷത്തോടു കൂടി സ്വർഗത്തിലേക്ക് കൂട്ടമായി നയിക്കപ്പെടുന്നവരുടെ, ആനയിക്കപ്പെടുന്നവരുടെ ആ വിഭാഗത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നാളെ നമ്മളെ പ്രിയപ്പെട്ട ഹബീബായ റസൂലിനെ കാണാനും ഹൗദുൽ കൗസർ കുടിക്കാനും റസൂലിന്റെ കൂടെ തന്നെ സ്വർഗത്തിൽ ജീവിക്കാനും അള്ളാഹു നമ്മെ തുണക്കുമാറാകട്ടെ. മീസാനിൽ നന്മയുടെ തുലാസിൽ ഏറ്റവും ഖനം തൂങ്ങുന്ന അമലുമായി നാളെ സിറാത്തിലൂടെ അതിവേഗം സ്വർഗത്തിലേക്ക് പോകാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ വന്ന അബദ്ധങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും പുറത്തു തരുമാറാവട്ടെ. ശുദ്ധമായ മനസ്സോടുകൂടി, ക്ലീനായ മനസ്സോടുകൂടി റമദാനിലേക്ക് പ്രവേശിക്കാനും റമദാനിൽ സൽക്കർമ്മങ്ങളാൽ മുന്നേറാനും ആ പുണ്യങ്ങളുടെ പൂക്കാലത്തെ അനുകൂലമാക്കാനും അള്ളാഹു നമ്മെ തുണക്കുമാറാകട്ടെ. നമ്മളിൽ പലരും രോഗികളാണ്, നമ്മുടെ കൂടെയുള്ളവർ, വീട്ടിലുള്ളവർ പലരും രോഗികളാണ്. എല്ലാവർക്കും പൂർണ്ണമായ ശിഫ നൽകാൻ കഴിയുന്നവൻ റഹ്മാനായ റബ്ബാണ്. അള്ളാഹു എല്ലാവർക്കും പൂർണ്ണമായ ശിഫ നൽകുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ടവർ പലരും ഇന്ന് ആരടി മണ്ണിലാണ്, ഖബറിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ പരലോകത്തെ സ്വാഇമൂൻ എന്ന റയ്യാൻ എന്ന കവാടത്തിൽ എളിയാളമുണ്ടാകുമ്പോൾ അതിലൂടെ അതിശീഘ്രം സ്വർഗത്തിലേക്ക് പോകുന്ന ഭാഗ്യവാന്മാരെ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ.